സുഹൃത്തുക്കളെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് അങ്ങ് ഹോളിവുഡിൽ നിന്ന് ഈ വർഷത്തെ എന്താ പറയുക, നമ്മുടെ ഒരുപാട് മാർവൽ ആരാധകർ വെയിറ്റ് ചെയ്തിരുന്ന സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂൻ്റെ അതിൻ്റെ ഒരു ഡിസ്കഷൻ ഭാഗമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. FDFS കണ്ട ആളാണ് ഞാൻ കണ്ടത് ഇവിടെ ഒരു 4K അറ്റ്മോസ് തിയേറ്ററിലാണ് 3D. ഇദ്ദേഹം കണ്ടത് PXL 3D കൊച്ചി. അതെ, 4MR PX. സോ എനിക്ക് പടം നല്ല രീതിയിൽ വർക്കായി. തിയേറ്ററിൽ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു, നല്ലൊരു ക്രൗഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെ തിയേറ്ററിനകത്തൊരു വലിയ ഒരു ഓറയുണ്ട്. പിന്നെ ഈ സിനിമ എന്ന് പറയുന്നത് ഈ സ്പൈഡർമാൻ എന്ന ആ ക്യാരക്ടറായിട്ട് നമ്മുടെ ടോം ഹോളണ്ടിൻ്റെ ആ കുട്ടിത്തത്തിൽ നിന്ന്, ടോം ഹോളണ്ട് എന്ന പയ്യനിൽ നിന്ന് സ്പൈഡർ ബോയിൽ നിന്ന് സ്പൈഡർമാനിലേക്ക് ഒരു മാറ്റമാണ് ഈ സിനിമയിലൂടെ അവർ അവതരിപ്പിക്കുന്നത്. അത് വളരെ രസമുണ്ടായിരുന്നു. എസ്പെഷ്യലി ടോം ഹോളണ്ടിൻ്റെ അഭിനയിച്ച ഈ 4 പടത്തിൽ ആ ക്യാരക്ടറിനെ വളരെ നന്നായിട്ട് പുള്ളി കുറച്ചുകൂടെ ബെറ്ററായിട്ട് മെച്ചറായിട്ട് കുറച്ചുകൂടെ ഹാൻഡിൽ ചെയ്തതുപോലെ ഫീൽ ചെയ്തു. പിന്നെ സിനിമയിലെ ആക്ഷൻ സീക്വൻസുകൾ, എസ്പെഷ്യലി 3Dയിൽ ഈ സിനിമയിൽ ഒരുപാട് നല്ല സീക്വൻസുകൾ 3Dയിൽ എൻജോയബിൾ ആയിരുന്നു ഭയങ്കരമായിട്ട്. 3D വല്ലാത്ത, അതായത് 3Dയിൽ ഒരു സീക്വൻസിന്റെ ഡെപ്ത് വല്ലാണ്ട് എഫക്റ്റീവ് ആകുമ്പോൾ ക്രൗഡ് റെസ്പോണ്ട് ചെയ്യും. അതായത് സീനിന്റെ ഇതല്ലാതെ ഒരു കയ്യടി മൊമെന്റ് എന്നുള്ളതിലുപരി ആ ടെക്നിക്കലി വർക്ക് ആകുമ്പോൾ തന്നെ ക്രൗഡിന്റെ റെസ്പോൺസ് ഭയങ്കര. എനിക്കും ഈ പറയുന്ന പോലെ തിയേറ്ററിൽ PXL ഞാൻ വിചാരിച്ചു, സാധാരണ നമ്മുടെ ഇവിടെയൊക്കെ കുറച്ച് ഇലീറ്റിസ്റ്റ് തിയേറ്റേഴ്സ് എന്ന് പറയുന്നത്, അത് കുറച്ച് കാശ് കൂടിയ, അപ്പൊ അവിടെ വരുന്ന ക്രൗഡ് ചിലപ്പം അനങ്ങത്തില്ല. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ മൊത്തം പിള്ളേർ, നമ്മുടെ സ്പൈഡർമാൻ വേഷമൊക്കെ ഇട്ട് ഒരു ഹുഡി ഇട്ടൊരു പയ്യനുണ്ടായിരുന്നു. പുള്ളി ഹുഡിങ്ങിന് ഇട്ടിട്ട് നമ്മൾ ഇത് വലിച്ചിട്ട് കഴിഞ്ഞാൽ അത് സ്പൈഡർമാനായി. അപ്പൊ അങ്ങനെ വേഷമൊക്കെ ഇട്ട് കുറച്ച് എൻജോയ് ചെയ്യാൻ തന്നെ വന്നിരുന്ന ക്രൗഡായി. അതുകൊണ്ട് തന്നെ എല്ലാ മൊമെന്റ്സിനും നല്ല കയ്യടിയും പാടും. അപ്പം നമുക്കൊരു 75% എൻജോയ് ചെയ്ത സീനിനെ അത് 100 ആക്കാൻ ആ ക്രൗഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ പടത്തിൽ. അങ്ങനെയാണ് നമ്മുടെ എക്സ്പീരിയൻസ് ഈ പടത്തിന്റെ. നമ്മുടെ റിവ്യൂവിലും അല്ലെങ്കിൽ നമ്മുടെ ഡിസ്കഷനിലും ആ ഒരു പുഷ് ഉണ്ടാവും. സാധാരണ അവർക്ക് വീട്ടിൽ വരുന്നോ ഒക്കെ കാണുന്ന ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് കുറച്ച് ഹൈറ്റ് ഉണ്ടായിരിക്കും. അതെ, അതായത് ഇപ്പൊ നിങ്ങൾ പോയാലും തിയേറ്ററിലെ ആ ഒരു ഓളം, അതായത് അത് കുറച്ച് കുറവായിരിക്കും. ഇപ്പൊ ഫാൻസ് ഓളത്തിൽ ഇരുന്ന് കാണേണ്ട ഒരു പടമാണ്. കാര്യം ഇതിന് കുറച്ചധികം നല്ല കുറെ മൊമെന്റുകളുണ്ട് പടത്തിൽ. ഈ തിയേറ്റർ മൊമെന്റുകൾ, നമ്മുടെ സോക്കോൾ തിയേറ്റർ ഇവർ പറയുന്നുണ്ട്. ഇത് തെലുങ്ക് വേണം തമിഴ് പടമൊക്കെ ആൾക്കാർ ആഘോഷിക്കുന്ന പോലെയാണ് ഈ സിനിമ തിയേറ്ററിൽ ആൾക്കാർ അതിനുള്ള സാധനം അവർ ഇട്ടിട്ടുണ്ട്. അതായത് എനിക്ക് പടം കണ്ടപ്പോൾ തോന്നിയത്, ഒരു നല്ല സ്പൈഡി പടത്തിന് വേണ്ട എലമെന്റ്സ് ഇങ്ങനെ ത്രോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ ഇതിപ്പം എന്താ പറയുക, ഒരു ടെംപ്ലേറ്റ് ആണെങ്കിൽ പോലും അതിന്റെ എല്ലാ എലമെന്റ്സും നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഓരോ എലമെന്റ്സിലും വർക്കാവുന്ന രീതിയിൽ അത് പ്രസന്റ് ചെയ്യും. സാറിന് ഇതിങ്ങനെ ചുമ്മാ ജനറിക് ആയിട്ട് ഇട്ട് പോകത്തേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് ഓരോ സാധനവും എല്ലാം വർക്ക് ആവുന്നുണ്ട്. ത്രോട്ട് ഫൈനൽ പ്രൊഡക്റ്റിലും നല്ല നല്ല സാധനം എന്നുള്ള എലമെന്റ് ഉണ്ട്. പക്ഷെ ഒരു ഭയങ്കര പുതുമ കണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര പടത്തിന്റെ എനിക്ക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ ആന്റഗോണിസ്റ്റ് ക്യാരക്ടർ, അവരുടെ ട്രാക്ക്, അതായത് പടത്തിന്റെ മെയിൻ ഒരു പ്ലോട്ട് ലൈൻ വരുമല്ലോ, എന്താ അതെനിക്ക് ഓക്കെയാണ്. അത് ഒരു ഗംഭീര എനിക്ക് ഈ പുള്ളി, അതായത് ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാനിൽ ഒന്നും തന്നെ ഒരു ഐക്കോണിക് വില്ലൻ ക്യാരക്ടർ ഇല്ല. എനിക്ക് ഫസ്റ്റില് ഐക്കോണിക് എന്ന് പറയുന്നില്ല, അത് ബെറ്റർ. അതായത് നമ്മുടെ മറ്റേ ടോബി മഗ്വയർ സീരീസിലുള്ളത് പോലെ ഒരു അതിനകത്ത് എനിക്ക് 2 വില്ലന്മാർ ഇഷ്ടം. അതെ, നമ്മുടെ രണ്ട് ക്യാരക്ടറും ഭയങ്കര എന്തോ ഇങ്ങനെ വേറിട്ട് നിൽക്കുന്ന പോലെ ഫീൽ. പക്ഷേ ഈ ടോം ഹോളണ്ട് സീരീസിൽ ഇങ്ങനെ ഒരു മാർവൽ പടത്തിന്റെ കുളച്ചിലിൽ ഒഴുകി അങ്ങ് പോയി. അതെ, അതിൽ നമ്മൾ സ്പൈഡർമാനെ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ബാക്കി ക്യാരക്ടറിനെ അല്ലെങ്കിൽ ആ വില്ലൻ ക്യാരക്ടറോ അവരുടെ കഥയോ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. എനിക്ക് ഇതിനു മുമ്പുള്ള പടങ്ങളൊന്നും തന്നെ. പക്ഷേ എനിക്ക് ഭയങ്കര ഫൺ പടം. അതായത് ഞാൻ കുറച്ച് റിപ്പീറ്റ് കണ്ട പടങ്ങളായിരുന്നു ഇതൊക്കെ. കാര്യം എന്ന് വെച്ചാൽ ഇത് കുറച്ച് ഫണ്ണാണ്, എനിക്ക് ചുമ്മാ ഇരുന്ന് കാണാം. അങ്ങനത്തെ ഒരു പടം മിസ്റ്റീരിയോ ഒഴിച്ച് ആ പടം ഒഴിച്ച് ബാക്കിയല്ല എനിക്ക് ഓക്കെ. ആ പടവും എനിക്ക് ആ പടത്തിലെ വില്ലൻ ക്യാരക്ടർ എനിക്ക് തീരെ ഇഷ്ടമല്ല. എനിക്ക് ആ പടം എന്തോ കുറച്ച് ഓഫ് പടമാണ് ഈ കൂട്ടത്തിൽ. അപ്പോൾ ഈ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇതാ എന്റെ ബെസ്റ്റ് പടം. അതെ, ടോം ഹോളണ്ട് പടങ്ങൾ സീരീസിൽ ഇതാണ് ബെസ്റ്റ് പടം. അപ്പോൾ എനിക്കിതിൽ ഈ സേഡി സിംഗിനെ നമുക്ക് ഇഷ്ടമായതുകൊണ്ട് ചേട്ടൻ അത് പുള്ളിക്കാരി നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സിലെ ഒരു മെയിൻ ക്യാരക്ടറാണ്. അപ്പം നമ്മൾ സ്ട്രേഞ്ചർ തിങ്സ് ഫാൻസിന്, എനിക്ക് തമാശ എന്ന് വെച്ചാൽ സ്ട്രേഞ്ചർ തിങ്സിലെ പുള്ളിയുടെ ക്യാരക്ടറിന് പറ്റുന്ന അതേ പ്രശ്നം ഇവിടെ പുള്ളിക്കാരി ചെയ്യുന്ന പോലെ. അതായത് അതിൽ വില്ലൻ പുള്ളിക്കാരുടെ എന്ത് ചെയ്യുന്നു, ഇവിടെ പുള്ളിക്കാരി അത് ബാക്കിയോട് ചെയ്തു എന്ന് പറയുന്നില്ല. മൈൻഡ് കൺട്രോളും ആ റീഡും പരിപാടിയൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് ആ ട്രാക്കും അവരുടെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ
ഒരു ഭയങ്കര ജനറിക് ആയി ഇതൊക്കെ നമ്മൾ പറയാൻ കണ്ടിട്ടുണ്ട് എന്നുള്ള മൈൻഡ് സെറ്റായിരുന്നു. എനിക്ക് അതിൽ ഭയങ്കര എൻഗേജിങ് കണ്ടു. എനിക്ക് പക്ഷേ നേരെ നമ്മുടെ സ്പൈഡർമാൻ്റെ പീറ്റർ പാർക്കറിൻ്റെ ലൈഫിലേക്ക് വരുമ്പോൾ അത് എനിക്ക് ഭയങ്കര രസമായിരുന്നു അവിടെ. പിന്നെ പണിഷറായിട്ടുള്ള അവരുടെ കോമ്പിനേഷൻ സീനുകളും എല്ലാം ഒരു ബാലൻസിങ് ഭയങ്കരമാണ്. പിന്നെ ഹൾക്കിൻ്റെ സീക്വൻസ് അതെല്ലാം നമുക്കൊരു രസമുണ്ട്. പക്ഷേ എനിക്ക് മെയിൻ പ്ലോട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇതൊരു കാര്യം അത് വളരെ കുറച്ചേ ഉള്ളൂ. അതെ, അത് വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾ ഒരുപാട് പുഷ് ചെയ്യുന്നില്ല അതിലേക്ക്. അതായത് ഇവരൊരു 5 സ്പൈഡർമാൻ പടത്തിൽ വർക്കാവുന്ന ഒരു 5 എലമെന്റ്സ് എടുത്ത് വെച്ചിട്ട് എല്ലാത്തിനും ഏകദേശം ഒരു ഈക്വൽ ടൈമാണ്. അപ്പൊ നമുക്കൊരു ഈ 4 പോർഷൻ വർക്കാവും. നീ പറയുന്നത് ഇപ്പൊ 5ാമത്തെ പോർഷൻ വർക്കായിരുന്നില്ലെന്ന് പറയുന്ന പോലെ അത് ബാക്കിയെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു പോർഷൻ ഒരാൾക്ക് വർക്കായി, മറ്റേത് ആൾക്കാർക്ക് അയ്യെന്ന് തോന്നുന്നില്ല. അത് എനിക്ക് പേഴ്സണലി കുറച്ച് ഡൗൺ ആവുന്നു. അതായത് ഇത്രയും നല്ലൊരു ഈ ക്യാരക്ടറിന്റെ ഈ ഇവോൾവ് ഉണ്ടായി ഈ ക്യാരക്ടർ ഒരു ഭയങ്കര പവർഫുൾ ആയ ഒരു ക്യാരക്ടറായി മാറുകയാണ്. അവിടെ ആ ക്യാരക്ടർ എതിർക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമില്ലാതെ വളരെ സിമ്പിളായിട്ട് തീർന്ന പോലെ ഒരു ഫീൽ ആയിരുന്നു. അപ്പോൾ എനിക്കത് ആ വില്ലൻ പവർ കുറേ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വില്ലൻ കുറേ കൂടെ എനിക്ക് അതിന്റെ റീസൺ എനിക്ക് ആ ഫീലിംഗ് ഇല്ല. എന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു കുറച്ചധികം ഈ സൂപ്പർ ഹീറോ പടങ്ങളിൽ വില്ലന്മാരെ കൊടൂരന്മാരാക്കുന്നില്ല. അതായത് പ്രത്യേകിച്ച് ഈ സൈഡ് എന്ന് പറയുന്നില്ല. ഈ സ്പൈഡർമാൻ ആക്ച്വലി ഇവരുടെ ടോട്ടൽ യൂണിവേഴ്സിൽ എടുക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ ക്യാരക്ടർ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ പുള്ളി ലോകത്തെ ഒന്ന് രക്ഷിക്കാൻ പോലെ ഒരു പരിധി വരെ അതാണ്. പക്ഷേ പുള്ളി മറ്റേ നെയ്ബർഹുഡ് ഭയങ്കര എനിക്ക് രസമായിട്ട് തോന്നി. ഇപ്പം നമ്മൾ എനിക്കിത് കണ്ടോണ്ട് മനസ്സിലായില്ല അതുകൊണ്ടാവണം ഇവർ ഈ മെയിൻ പ്ലോട്ടിൽ നമുക്ക് ഇങ്ങനെയൊക്കെ മതി എത്രയേ ഉള്ളൂ ഈ പരിപാടി കൊണ്ട് തീരും എന്നുള്ള. പക്ഷേ അതിന്റെ തന്നെ വേറെ സംഭവം ഈ നമ്മൾ സൂപ്പർ ഗേൾ കണ്ടപ്പോഴും സിമിലർ ഒരു സാധനം അതിനകത്തുണ്ട്. അതായത് അതിനകത്ത് ഒരു പെങ്കൊച്ച് ഇതുപോലെ പ്രതികാരം ചെയ്യാൻ പോകുമ്പോഴത്തേക്കും വേണ്ട മോടെ പ്രതികാരം ഒന്നിനൊരു പരിഹാരമല്ല എന്ന് പറയത്തില്ല. ഈ ലൈൻ റൈറ്റിങ് അതായത് കോമൺ ആയിട്ട് ഇനി വരും. അതായത് ഈ സൂപ്പർ ഹീറോസ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇല്ല എന്നുള്ള മക്കളെ വേണ്ട നമുക്ക് അതിലേക്ക് പല രീതിയിൽ എത്തുന്ന എനിക്ക് ആ ക്ലൈമാക്സ് സീൻ കണ്ടോണ്ടിരുന്നപ്പോൾ മേ പാർക്കർ സംസാരിക്കുന്ന സീൻ കണ്ടപ്പം ജിസ്റ്റോയി ഓർമ്മ വന്നു. എതിരെ നിൽക്കുന്നതിന്റെ ഉള്ളെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം തീരും. ഉള്ളറിഞ്ഞു പ്രശ്നം തീർന്നു. ഉള്ളറിയുന്നതിനെ അവർ വിഷ്വലി എടുത്ത് കാണിച്ചു ഉള്ളിൽ കയറി അറിയാന്ന് പറഞ്ഞാൽ അല്ലാതെ പീറ്റർ പാർക്കറിന്റെ ഉള്ളിൽ കയറുന്നു. അവിടെ മേ പാർക്കർ വരുന്നു, അവരോട് ഡിസ്കസ് ചെയ്യുന്നു, അവിടെ തീർന്നു, അവിടെ പ്രശ്നം തീർന്നു. അതാ പറഞ്ഞു എതിരെ നിൽക്കുന്നതുകൊണ്ട് സംസാരിച്ച് തീരാന്ന് പ്രശ്നമുള്ളൂ. എനിക്ക് തോന്നുന്നു ആ സീക്വൻസിന്റെ എന്റെ എക്സ്പീരിയൻസ് ഞാനിത് PXL കാണുവാണ്. ഏറ്റവും ഫ്രണ്ട് സീറ്റിലിരുന്ന് 3D കണ്ണാടി വെച്ച് ഞാനും അവരുടെ കൂടെ ആ റൂമിൽ പോയി നിൽക്കുവാണ്. അത് ഞാനിങ്ങനെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് കാണുമ്പോൾ സ്ക്രീൻ മാത്രമേ ഉള്ളൂ. ഞാന് സ്പൈഡർമാന് എല്ലാരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ എന്റെ എക്സ്പീരിയൻസ് വേറെ. അപ്പൊ എനിക്ക് തോന്നുന്നു പക്ഷേ ഉള്ളിൽ കയറി അതെ ഞാൻ ഉള്ളിൽ കയറി എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചോണ്ടിരിക്കും. അപ്പം പക്ഷെ എനിക്ക് തോന്നുന്നു പിന്നീട് ഇത് മറ്റേ OTT വന്ന് കാണുന്നവർക്ക് അത്രയും നല്ലൊരു ആ സീൻ കുറച്ച് ഓഫായിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം അതൊരു കുറച്ച് എന്താ പടത്തിൽ നിന്ന് വേറൊരു ലൈൻ ഓഫ് ഒരു ഇമോഷൻ ആണ്. അതെ അതിൽ ഇമോഷൻ നമുക്ക് വർക്കാവുന്നില്ല, പക്ഷെ ഇമോഷണൽ സീനാണ്. അതെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സീനാണ്. സിനിമയിലെ ക്യാരക്ടേഴ്സിന് അത് ഇമോഷണൽ സീനാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് അത് അല്ല ഇത് ചില സീനുണ്ട് ഇമോഷൻ വർക്കായില്ല, പക്ഷെ നമുക്ക് ഈ സീൻ വരുന്നതിന്റെ ഉദ്ദേശം മനസ്സിലായി, അതുകൊണ്ട് ഓടിപ്പോട്ടെ അങ്ങനെ പോകുന്ന ഒരു സീനാണ്. എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല. എനിക്ക് ആക്ച്വലി ജീൻഗ്രയുടെ സ്റ്റോറിയുടെ ഇമോഷൻ വർക്കായിരുന്നു. പുള്ളിക്കാരത്തി വരുന്ന അനിയത്തിയെ തപ്പിയാണ് എനിക്ക് വർക്കായി, പക്ഷെ അത് വർക്കാവാതെ പോകാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. ഞാനിങ്ങനെ കണ്ടോ വിമാക്സ് എന്താണ് വിമാക്സ് എന്നറിയാൻ നോക്കുമ്പോൾ ഇതാണ് വിമാക്സ് അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മനസ്സിൽ ഈ വില്ലൻ വലുതാവണമല്ലോ, അപ്പൊ ഇത്രേ ഉള്ളൂ എന്നുള്ള ആ ഒരു ഫീൽ ആയിരുന്നു എനിക്കിത്. സംഭവം അതിന്റെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തിയുടെ പെങ്ങൾ അവസാനം കണ്ടത് ആ മുറിയും ആ എലിമെന്റ് വർക്ക് ആയതുകൊണ്ട് ഈ വിമാക്സിലേക്ക് എത്തിച്ചതിന്റെ ആ ഒരു നമുക്ക് മനസ്സിലായി ഇതൊരു പോരായ്മയാണ് എങ്കിൽ പോലും ഓക്കെ ഞാൻ ക്ഷമിച്ചു വിട്ടു. ഇനി മേലാൽ ആവർത്തിക്കരുത്, ഒറ്റവട്ടം ക്ഷമിച്ചു. എനിക്കത് ക്ഷമിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്കൊന്ന് അവരത് അതിന്റെ ഡയറക്ഷൻ ഡീസന്റ് ചെയ്ത് ഹാൻഡിൽ ചെയ്തു. ആ സീൻ എഴുതിയതിനൊക്കെ ബെറ്റർ ആയിട്ട് ഡയറക്ട് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ചിലപ്പോൾ എനിക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് കുറച്ച് പേർക്ക് ഇത് എനിക്ക് ബേസിക്കലി ഇതൊന്നും മറ്റേ പക്ഷെ അത് അതിലേക്ക് ഒരുപാട് പുഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ മൈൻഡ് സെറ്റില്ല ഞാനിത്. ഓക്കെ, അതായത് ഞാൻ ഇതിലും ബെറ്റർ ആയിട്ട് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഇവര് കോൺസ്റ്റന്റ്ലി വില്ലന്മാരാക്കാതിരിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പേഴ്സണലി ജീൻ ഗ്രേ വില്ലൻ അല്ലാത്തതിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷേ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജീൻ ഗ്രേ അതിന് മുമ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പക്കാ വില്ലൻ്റെ കുറച്ച് പേരെ കൊല്ലുന്നുണ്ട് അതിന് മുമ്പ്. അപ്പം ഈ ടോം ഹോളിൻ്റെ അടുത്തൊന്നും കുഴപ്പമില്ല, പേടിക്കണം, നീ ആരെയും കൊന്നിട്ടൊന്നും ഇല്ലോ എന്ന് പറയുമ്പോൾ എടാ ഒരുത്തനെ വണ്ടി ഇടിപ്പിച്ചു അങ്ങനെ കുറച്ച് പരിപാടി കാണിക്കുന്നുണ്ട് അതിന് മുമ്പ്. അപ്പം ഞാൻ വിചാരിക്കും എടാ ഇതൊന്നും നീ മറന്നുപോയോ,
ഒരു ജസ്റ്റ് ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ ഇങ്ങനെ റോഡിലേക്ക് നടന്ന് നീങ്ങിയിട്ട് ഒരു വണ്ടി ഒന്ന് ഇടിച്ചു തെറിപ്പിക്കുന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓർക്കുന്നുണ്ടോ? അങ്ങനെ കുറച്ച് സാധനങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത്. അപ്പം അവിടെ നമ്മൾ ജീൻ ഗ്രേ ആണെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ എലമെന്റ് അറിഞ്ഞില്ല. അതിനെക്കുറിച്ചാണ് ഞാൻ പറയണമെന്ന് പറഞ്ഞത്. സ്പൈഡർമാൻ എലമെന്റിനകത്തെ ഇപ്പോൾ കുറച്ചധികം കാലമായിട്ട് എനിക്ക് ഈ സിനിമകളോടെ ഉള്ള ഒരു മടുപ്പെന്ന് പറഞ്ഞാൽ, ഈ സിനിമയെക്കുറിച്ച് 75% ഞാൻ ആ സിനിമ കാണുന്നതിന് മുമ്പ് അറിയുന്നുണ്ട്. നമ്മളിങ്ങനെ സിനിമയുടെ എക്സൈറ്റ്മെന്റിനെ നമ്മളൊരു 6 മാസമായിട്ട് ഡിവൈഡ് ചെയ്യുക. 6 മാസമായിട്ട് ഇതിന്റെ റെഡിറ്റിൽ പോയി എന്തൊക്കെ എല്ലാ ഡീറ്റെയിൽസും ഇതിന്റെ എല്ലാ സാധനവും അറിഞ്ഞിട്ട് പോയിട്ട് എനിക്ക് തിയേറ്ററിലിരിക്കുമ്പം അതെനിക്കറിയാമായിരുന്നു, ഞാൻ ഈ സാധനം ആ പുച്ഛമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്കിതെല്ലാം അറിയാമെന്ന് അഹങ്കരിക്കാം, പക്ഷേ എനിക്കിത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാനത് തിരുത്താൻ വേണ്ടി ഈ വർഷം വളരെ ഈ ട്രെയിലർ റിയാക്ഷൻ ഞാൻ വളരെ എന്താ പറയുക, ഒരു പകുതി മനസ്സോടെ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഒന്നും അറിയാതെ തിയേറ്ററിൽ കയറുമ്പം കുറച്ചധികം പടങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായി. ഞാൻ ഒഡീസി ഒന്നും അറിയാതെ കയറിയപ്പം മറ്റുള്ളവർ ആസ്വദിച്ചതിലും കൂടുതൽ ഞാനത് ആസ്വദിച്ചു. അതെനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഈ സ്പൈഡർമാൻ്റെ ആദ്യത്തെ നമ്മൾ ഇതിനകത്ത് എന്തോ 2 ട്രെയിലർ എന്തോ റിയാക്ട് ചെയ്തു. അതിനകത്ത് CD സിങ്ക് എലമെന്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തിന് ആ റിവ്യൂല് ഞാൻ അറിയുന്നില്ല. പക്ഷേ ഇത് ഞാനായിരുന്നെങ്കിൽ ഇത് റെഡിറ്റിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഈ തിയറി എല്ലാം കൂടെ വായിച്ചിട്ട്, എനിക്ക് തിയറി ഒന്നുമില്ല, ഈ സേഡി സിംഗ് പടത്തിലുണ്ട് എന്നെനിക്കറിയാം. ക്യാരക്ടർ ഞാൻ ഈ സേഡി സിംഗിൽ ഞാൻ മറ്റേ സ്ട്രേഞ്ചർ തിങ്സ് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അതൊരു ക്യാരക്ടറായി. കാര്യം ഞാനിത് നമ്മൾ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയാൽ ഇതിനകത്ത് മറ്റേ ട്രോൾ ആയിട്ടൊക്കെ വരും. അതായത് ഒരു സ്ഥലത്ത് സെൻഡയും ഇവിടെ സേഡി സിംഗ് നിൽക്കുന്നു, അപ്പോൾ മറ്റേ ടോം ആ ഒരു മീമുണ്ടല്ലോ, കൂടെ നടക്കുന്ന പെണ്ണെ തിരിച്ചു നോക്കുന്നു, ആ സാധനം വെച്ചിട്ട് ഒരു മീമൊക്കെ ഉണ്ട്. അപ്പം നമുക്കത് അങ്ങനെ കാണുന്നതാണ് നമ്മൾ. അതേ പക്ഷേ പടം കണ്ടുകഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഈ എലമെന്റ് ജീൻ ഗ്രേ ആണെന്നുള്ളത് നേരത്തെ കുറെ പേര് ചർച്ച ചെയ്യുന്നുണ്ട്. ജീൻ ഗ്രേ ആണെന്നുള്ളത് ഓൾറെഡി നെറ്റിൽ നമ്മൾ നോക്കിയാൽ ഈ ക്യാരക്ടറിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ ഞാനത് എനിക്ക് അറിയത്തില്ല, ഞാൻ അതും കണ്ടിട്ടില്ല. എനിക്ക് സേഡി സിംഗ് കൊണ്ട് പടത്തിലാണ് അറിയാം. കാരണം കാസ്റ്റ് തപ്പുമ്പോൾ സേഡി സിംഗ് എന്ന് പറഞ്ഞിട്ട് ജീൻ ഗ്രേ എഴുതിയിട്ടില്ല. ഇപ്പം ഇത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഉണ്ടാവും. കാര്യം ഞാൻ അല്ലാതെ നോക്കിയപ്പോൾ ഒരുപാട് ഇത് കണ്ടിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ജീൻ ഗ്രേ ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ഇവർ ആ എക്സ്മെന്റെ ക്യാരക്ടറിനെ അടുത്ത ആളെ വെച്ച് റീപ്ലേസ് ചെയ്യാണ്. കാരണം ഈ ലാസ്റ്റ് ആ ക്യാരക്ടർ ഇത് ആരാന്നറിയോ? സോഫി ടർണർ, ഡാർക്ക് ഫീനിക്സ് എന്ന പടത്തിൽ. അതെ, അതേപോലെ തന്നെ ഈ ഹൾക്ക് എലമെന്റ് ഞാൻ ആ ട്രെയിലറിൽ അന്ന് കണ്ടെങ്കിൽ ഞാൻ മറന്നുപോയി, സത്യം പറഞ്ഞാൽ മറന്നുപോയി. അതുകൊണ്ട് തന്നെ ഈ തുടക്കം തൊട്ട് ആ ഡിസ്ട്രിക്ട് ആ സ്ഥലത്ത് എത്തിയിട്ട് ഇങ്ങനെ ആ ഇതിൽ അടിക്കുന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാനത് ഇത് ഹൾക്കായിരിക്കുമെന്ന് നമ്മൾ ആ ട്രെയിലർ ഓർത്തിരുന്നെങ്കിൽ ഞാനത് കണക്ട് ചെയ്തിരുന്നു. പക്ഷേ പെട്ടെന്ന് ആ റിവീൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര എൻജോയ്മെന്റ്. അപ്പം എനിക്ക് ഈ 6 മാസം കൊണ്ട് ഇത് മൊത്തം പഠിച്ചിട്ട് പടത്തിന് പോകുന്നതിനേക്കാൾ ഞാൻ വല്ലാണ്ട് ആ പടത്തിൽ ഇരിക്കുന്ന 3 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ എക്സൈറ്റ്മെന്റ് ഞാൻ വല്ലാണ്ട് വാല്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ ഇനി അങ്ങനെ കുറച്ചധികം പടം കണ്ടാലോ എന്ന് ആലോചിക്കാം. കാരണം എനിക്കത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ പടം എന്ത് തന്നെ ആയാലും ഞാനിപ്പോൾ കുറച്ചധികം കാലമായിട്ട് ഇപ്പം ഞാൻ കണ്ട ഒരു ഭേദപ്പെട്ട മാർവൽ പടമായിട്ട് എനിക്ക് തോന്നിയത് മറ്റേ നമ്മുടെ ഡെഡ്പൂളിനെ മാർവലിൽ കൊണ്ടുവന്ന പടമില്ലേ, അത് കുറച്ച് എൻജോയ്. പക്ഷെ ഇത്രയും എനിക്ക് അതിൽ നിന്ന് എൻജോയ്മെന്റ് ഇല്ല. അതിലും കുറച്ച് രസകരമായ സംഭവമാണ്, ഫൺ പടമാണ്. അതിലും പക്ഷെ ഞാൻ കുറച്ചധികം കാര്യങ്ങൾ അറിഞ്ഞിട്ടൊക്കെ പോയതുകൊണ്ട് ഓക്കെ, അത് കാണുമ്പോഴും ഓക്കെ ഞാൻ അറിഞ്ഞല്ലോ എന്നുള്ള ഫീൽ ഉണ്ട്. അത് വേണ്ട ഇനി. ഇത് ഞാൻ ത്രൂ ഔട്ട്. അപ്പൊ ഇതിന് ഡൂംസ്ഡേ വരുന്നുണ്ട്, അതിനകത്തൊന്നും അറിയാൻ ഞാനൊന്നും അറിയുന്നില്ല. പക്ഷെ ഇവർ സമ്മതിക്കത്തില്ല. ഇവന്മാര് അവസാനം ഒരു 15 ട്രെയിലർ ഇട്ട് മൊത്തം പടം കാണിക്കും, എല്ലാവരും കാണിക്കും. വേറൊരു പരിപാടിയുണ്ട്, പടത്തിന്റെ ആദ്യ 10 മിനിറ്റ് കിട്ടുകളെ. അപ്പൊ അതൊന്നും ഞാൻ ഇനി കാണുന്നില്ല. ഇതിനകത്ത് ഞാൻ കുറച്ചധികം കാലം എനിക്കൊന്ന് 3rd, 4th, 5th ഫേസുകളിൽ ഞാൻ കണ്ട പടങ്ങളിൽ എനിക്കൊന്ന് ടോപ്പ് 3-ലുള്ള പടമായത്. കാരണം അത്രത്തോളം ഞാൻ എൻജോയ് ചെയ്തു. എൻ്റെ എൻജോയ്മെന്റ് വെച്ചിട്ട് പടം എങ്ങനെ ഉണ്ടെന്നുള്ളത് നമ്മൾ പറയാം. പക്ഷെ എന്നാലും എൻ്റെ എൻജോയ്മെന്റ് ഭയങ്കര ഹൈ ആയിരുന്നു. ഞാൻ എല്ലാ മൊമെന്റും എൻജോയ്. എനിക്ക് കിട്ടിയ ക്രൗഡും കൊള്ളായിരുന്നു. ഞാൻ കണ്ടത് എറണാകുളത്തെ ഏറ്റവും വലിയ സ്ക്രീനുകളിലൊന്ന് VXL 3D എല്ലാ സംഭവങ്ങളും ഞാൻ ആസ്വദിച്ചു. അതെ, എന്നെ സംബന്ധിച്ച് എനിക്ക് തിയേറ്ററിൽ ബ്ലാസ്റ്റ് ആയിരുന്നു. അതെ, ബ്ലാസ്റ്റ്. അതായത് തിയേറ്റർ ബ്ലാസ്റ്റ് ആയിരുന്നു. തിയേറ്ററിൽ ഇരുന്നത് ഫാൻസുകാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ വൈബ് സ്റ്റാർട്ടിങ് ടു അതിനുള്ള സാധനമുണ്ട്. ഭയങ്കര MCU ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പരിപാടികളാണോ എന്ന് വെച്ചാൽ അല്ല. പക്ഷേ MCUവിന്റെ ഏറ്റവും MCUവിന്റെ സ്ട്രെങ്ത് എല്ലാം നമുക്ക് കാണാൻ പറ്റിയൊരു സംഭവം. ഷാങ്ചി ഡയറക്ടറല്ലേ? ഷാങ്ചി ഡയറക്ടറാണ്. ഈ സിനിമ, അതായത് സ്പൈഡർമാന് ഒരു വലിയ ഫാൻ ബേസ് ഉണ്ട്. ഭയങ്കര ഫാൻ ബേസ് ഉണ്ട് ഈ ഒരു ഇൻഡിവിജ്വൽ ക്യാരക്ടറിന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ പടത്തിന് തന്നെ, അതായത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇന്ത്യയിലെ ഇറങ്ങിയ ഇംഗ്ലീഷ് പടങ്ങൾ ഏറ്റവും ഹയർ ഗ്രോസിംഗ് ഫിലിമാണ് ഇപ്പം. ഈ ഓപ്പണിംഗ് കിട്ടിയ പടമാണ്. ഒഡീസി എല്ലാത്തിനേക്കാൾ മുകളിൽ വന്നിരിക്കുന്ന പടമാണ്. ഒഡീസിയുടെ കാര്യം പറയുമ്പോഴത്തേക്കാണ് ഇതിനകത്ത് ഇപ്പം ഒഡീസി കാണുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്
ഇതിന്റെ കാസ്റ്റ് ഇല്ലേ, ഇതിന്റെ കാസ്റ്റിനെ നമുക്ക് നേരത്തെ പറഞ്ഞ നോളം വിളിച്ചേടാ നിങ്ങളിപ്പോ അവിടെ ആരൊക്കെ ഉണ്ട്, ഞാനുണ്ട്, ഒരു കാറിൽ വരാൻ ജോൺ ബെർണാലുണ്ട്, എന്റെ വൈഫുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും കൊണ്ട് വണ്ടി വിളിച്ച് ഇങ്ങോട്ട് വാ, ഇവിടെ നമുക്കൊരു 5 രാജ്യത്ത് ഒരു പടം ഷൂട്ട് ചെയ്യാം, പെട്ടെന്ന് കുറച്ച് ദിവസത്തെ പരിപാടികളെന്ന് പറയും. അങ്ങനെ അവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഓഫ് ആയിട്ട് തോന്നി ഇവരെയൊക്കെ. അതായത് അവിടെ നമ്മുടെ ടോം ഹോളണ്ട് ഉണ്ട്, പണിഷറുണ്ട്, സെൻഡായ ഉണ്ട്, നമ്മുടെ പിന്നെ ബാറ്റ്മാൻ, അത് വേറെ പടമാണെങ്കിൽ പോലും DC. ഇവർ സംസാരിക്കുന്നത് വളരെ മോഡേൺ ലാംഗ്വേജ് ആണ്. അപ്പം നിങ്ങൾക്ക് ഒരിക്കലും ഒഡീസിയിലേക്ക് എത്താൻ സമ്മതിക്കാത്ത കുറച്ച് എലമെന്റ്സ് ഇതൊക്കെ. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ടോം ഹോളണ്ട് ഇതുവരെ ചെയ്തതിൽ ഏറ്റവും മികച്ച ആക്ടിംഗ് ആയിട്ട് തോന്നി. പുള്ളി ഭയങ്കര ബിലീവബിൾ ആയിരുന്നു. ഇതിനു മുമ്പ് എനിക്കൊന്ന് കുറച്ചുകൂടെ ഈ ടീനേജറായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആക്ടിങ് അങ്ങനെ ശ്രദ്ധിക്കത്തൊക്കെ ഇല്ല. പുള്ളി റോളിൽ കറക്റ്റ് ആണ്. പക്ഷേ ഇതിലിപ്പോൾ ഈ ക്യാരക്ടർ ആക്ച്വലി ഒരു ലോൺലിനെസ് അനുഭവിക്കുന്ന, ആ ഒരു ഏകാന്തത അനുഭവിക്കുന്ന ഒരു സൂപ്പർ പലതും അത് ഫീൽ ചെയ്യും നമുക്ക്, ഇമോഷണലി നമുക്ക് ഫീൽ ചെയ്യും. കാരണം പുള്ളി വന്ന് ഇവരുടെ മറ്റേ ഈ ഫംഗ്ഷൻ നടക്കുന്നിടത്ത് ചെന്ന് അവിടെ ചെല്ലുമ്പോഴൊക്കെ നമുക്ക് ആ പുള്ളിയെ കംപ്ലീറ്റ്ലി മനസ്സിലാവും. ആ സിറ്റുവേഷനെ നമുക്ക് വിഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഈ പറക്കലിലൊക്കെ, മറ്റേ പറക്കല്ല, നമ്മുടെ സ്വിങ്ങിലൊക്കെ അത് ഇപ്പം പൊതുവെ ഈ മാവലിന്റെ പടത്തിൽ ഇമോഷണൽ സീൻ വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ കാണുമ്പോൾ ഇമോഷണൽ സീൻ എന്നിങ്ങനെ മനസ്സിലാക്കുവാണ്. പക്ഷെ ഇതിനകത്ത് കുറെ ഇടത്ത് നമുക്ക് ഓക്കെ ഇത് സങ്കടം, സ്പൈഡർമാനെ അതുപോലെ തന്നെയാണ് മിക്ക പടത്തിലുള്ള സാധനമാണ് ഈ ന്യൂയോർക്കിലെ ആളുകൾ സ്പൈഡർമാനെ സ്നേഹിക്കുന്നതിന്റെ ആ എലമെന്റ് ഇങ്ങനെ കാണിച്ചു പോകുന്നെങ്കിൽ നമുക്കത് നമുക്കും കൂടെ അത് ഇൻവോൾവ് ചെയ്ത് ഫീൽ ചെയ്യിക്കുന്ന ഒരു സീനാണ്. മറ്റേ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുന്നത് അത് കുറച്ച് സസ്റ്റെയിൻ ചെയ്ത രസമുണ്ടായിരുന്നു. അതിന്റെ പ്രസന്റേഷൻ ഇതിനു മുമ്പ് നമ്മള് സ്പൈഡർമാൻ 2-നകത്ത് ആ ട്രെയിൻ സീക്വൻസ് ആയിട്ട് ഇങ്ങനെ വീഴുമ്പോ അതൊരു രസമുള്ള പരിപാടിയായിരുന്നു. അതിന്റെ ഒരു വേറൊരു സ്പൈഡർമാൻ 2 ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും അതിന്റെ ഒരു. അതായത് ഈ സ്പൈഡർമാൻ 2-ലാണ് ആക്ച്വലി ടോബി മാഗ്വയർ സ്പൈഡർമാൻ അതാണ് സ്പൈഡർമാന്റെ പവർ നഷ്ടപ്പെടും. പവർ നഷ്ടപ്പെട്ടതിന് ശേഷം പുള്ളി റിയലൈസ് ചെയ്യാണ്. ആ റിയലൈസ് ചെയ്തതിനു ശേഷം പവർ തിരിച്ചു വരും. അങ്ങനെ ഒരു സീക്വൻസ് ആ പടത്തിലുണ്ട്. ഇതിലും ഇതുപോലെ തന്നെ ഈ ക്യാരക്ടറിന്റെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് ഈ ഓർഗാനിക് വെബിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നത്. അതിന്റെ ഒരു അത് എന്നെ സംബന്ധിച്ച് ആ സൈഡ് പ്ലോട്ട് 100% വന്ന് ഇച്ചിരി ഓഫ് ആയിട്ടാണ് വന്ന് കണക്ട് ആയി. പക്ഷെ ആ കണക്ടിങ് പോയിന്റ് ഭയങ്കര രസമായിരുന്നു. ആ പോയിന്റ് വന്നിട്ട് ഇത് കണക്ട് ആയിട്ട് മറ്റൊരു ഫൈറ്റില്ലേ അവിടെ തിയേറ്ററിൽ ഭയങ്കര കൈയടിയായത്. എനിക്ക് തോന്നിയ റൈറ്റിംഗിൽ തോന്നിയ ഒരു ചെറിയൊരു ഇത് ആ തിയേറ്റർ എക്സ്പീരിയൻസിൽ അതങ്ങ് കവറായി. അത് ഭയങ്കര രസമുണ്ടായിരുന്നു. അത് വന്നിട്ട് ഇത് ആദ്യമൊക്കെ ആരാണ് എന്ന് നിനക്കറിയത്തില്ല, ഞാൻ പറഞ്ഞിട്ട് അതിലാ സാധനം ഇങ്ങനെ മറ്റേ ഫുൾ വല ഇങ്ങനെ കുറച്ചധികം പുതിയ പരിപാടികൾ. അതിന്റെ ഡെപ്ത് ഭയങ്കര അല്ലെ, നല്ല രസമാണ്. നല്ല ഹൈറ്റ് നമ്മുടെ അടുത്തൊരു അതൊക്കെ ഈ പറയുന്ന പോലെ ഇതിനകത്ത് കുറച്ച് പുതിയ എലമെന്റ്സ് ആണ്. ഇതിലെ എന്റെ ആക്ഷൻ കൊറിയോഗ്രാഫി മൊത്തത്തിൽ, അതായത് ഫ്ലൈങ് സീക്വൻസ് ഉൾപ്പെടെ ഒരു ഭയങ്കര രസമാണ്. ഈ ഫ്ലൈങ് സീക്വൻസിനെ പറ്റി പറയുന്നത് ഒരു ഗെയിം ഉണ്ടല്ലോ, എന്തായിരുന്നു ഇൻസോംനിയാക്കിന്റെ എന്തൊരു ഗെയിം, ആ ഗെയിമിലെ ഒരുപാട് സീക്വൻസുമായിട്ട് സിമിലർ ആണെന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ ഗെയിം കളിക്കാൻ എനിക്ക് അറിയില്ല, പക്ഷെ ഇത് ഭയങ്കര രസമാണ്. ഈ ഒരു കമ്പാരിസൺ ഉണ്ടല്ലോ, ഇത് സ്പൈഡർമാൻ്റെ ഇപ്പം ടോബി മാഗ്വയർ സീരീസിലെ ഫ്ലൈങ് സീക്വൻസ് ഉണ്ടെങ്കിലും അതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ഇത് കാണുന്നത്, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്. പക്ഷെ ഇന്ന് കാണുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് കുറച്ച് പിന്നിലാണ്. മറ്റേ അമേസിംഗ് സ്പൈഡർമാൻ അതിനകത്ത് കുറച്ചധികം ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ആ ഇനിഷ്യൽ ഇവൻ എവിടുന്നാ വീഴുന്ന അറിയത്തില്ല, എന്നാലും ഇങ്ങനെ അതായത് ഇങ്ങനെ മറ്റേ ഫെയ്ഡിൻ ആവുന്ന ഷോട്ട് ഉണ്ട്. ആദ്യം മറ്റേ സ്പൈഡറിന്റെ ലോഗോ വന്നിട്ട് പതിയെ ഫെയ്ഡിൻ ആദ്യമായിട്ട് ഈ പറയുന്ന ഈ സ്യൂട്ട് കുറച്ച് ആ സംഭവം കൊണ്ടാണ്. പക്ഷെ ഇതിൽ വന്നപ്പം ഈ ഫ്ലൈങ് സീക്വൻസിന് വല്ലാത്ത കുറച്ച് ക്രിയേറ്റീവ് പരിപാടികളുണ്ട്, ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആണ്. നമ്മളും പുള്ളിയുടെ കൂടെ ഇങ്ങനെ പോകുന്ന ഒരു ഫീൽ കുറച്ചധികം. എനിക്ക് ഫസ്റ്റ് സീനുണ്ട് പുള്ളി ഇങ്ങനെ തലയിലായിട്ട് ഇരിക്കുന്ന സീൻ, അതിന്റെ അത് 3D നമ്മൾ കാണുമ്പോഴേക്കും ഭയങ്കര ഇമ്പാക്ട് ചെയ്യും. നമ്മൾ പുള്ളി താഴേക്ക് ഭയങ്കര വീഴുമ്പോൾ ഞാൻ ആക്ച്വലി ഇവിടെ ഇരുന്നതിന്റെ ഒരു എഫക്റ്റും കൊണ്ട് നമ്മൾ ആ ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്കും ഞാനിങ്ങനെ തല ഇത്രയും തിരിച്ചാൽ പോലും ഞാൻ സ്ക്രീനിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കുറച്ച് എനിക്ക് ഹൈറ്റ് കുറച്ച് പേടിയായിരുന്നു. ചാടുകയാണല്ലോ, കൂടെ ചാടും. അപ്പം ഞാനിങ്ങനെ സീറ്റിൽ ഇങ്ങനെ ഒന്ന് പിടിച്ച് എനിക്ക് ഹൈറ്റ് കുറച്ച് പേടിയാണ്. സ്പൈഡർമാനെ നിൽക്കുക, നമുക്ക് നിലത്തുനിന്ന് സംസാരിക്കാമല്ലോ. നിന്റെ കയ്യിൽ വലയുണ്ട്, അതില്ല. അതുകൊണ്ട് നീ എന്നെ കൂടെ മനസ്സിലാക്കണം നീ എന്നുള്ള. അപ്പം അങ്ങനത്തെ കുറച്ച് ഫീല് തരാൻ കുറച്ചധികം ഇൻവോൾവ് ചെയ്ത് കാണാൻ പറ്റിയതുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്തു പടം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കും നല്ല എൻജോയ്. ഇപ്പോൾ എൻ്റെ കൂടെ വന്ന എൻ്റെ ബ്രദറും ഞാനും പോയി പടം കണ്ടത്, പിന്നെ അജിത്തുണ്ടായിരുന്നു. ഞങ്ങൾ 3 പടം കണ്ടത്. നമുക്ക് ഭയങ്കര തിയേറ്ററിൽ വൈബ് ഭയങ്കര ഇൻട്രസ്റ്റ്. നമ്മളിപ്പോൾ ഞാൻ ഉൾപ്പെടെ ഭയങ്കരമായിട്ട് ഒരുപാട് മൊമെന്റ് ഉണ്ട്. ഞാൻ ഉൾപ്പെടെ കൈയടിച്ച കുറച്ച് മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. ഫണ്ണിയാണ് ആവശ്യത്തിനുള്ള. ഇപ്പം സ്പൈഡർമാൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ കുറച്ചധികം പുള്ളി ഈ ഫൈറ്റിന്റെ ഇടയ്ക്ക് നമ്മളൊരു എന്താ പ്രതികാര ലൈൻ
സംഭവമല്ല. അത് ഈ കുറച്ച് ഹൾക്കുമായിട്ടുള്ള സീക്വൻസ് വരുമ്പോഴാണ് ഈ പണിഷർ ഇവരുടെ 3 സീക്വൻസ് ഭയങ്കര രസമായിരുന്നു. പണിഷറും ഈ അത് ഭയങ്കര രസമായിരുന്നു. അതായത് പണിഷർ എന്ന് പറഞ്ഞാൽ ഇതൊരു കുറച്ചുകൂടെ ഫാമിലി ഫ്രണ്ട്ലി പണിഷറാണ്. പണിഷർ എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല. ഇതിനെ കുറച്ച് അത് ഈ എന്താ പറയാ മോശമാക്കാതെ PG-13 പണിഷർ അതാക്കുമ്പോ കുറച്ച് കഴിവ് വേണം അത് ചെയ്യാൻ. അല്ലെങ്കിൽ ഒരുമാതിരി ഇതല്ലല്ലോ നമ്മുടെ പണിഷർ എന്ന് തോന്നത്തില്ല. നമുക്ക് ഈ പണിഷർ ഇങ്ങനെ ഈ വേർഷനിലേക്ക് വന്നതിനൊരു റീസണിങ് ഉണ്ട്. അതിൽ തന്നെ പണിഷർ തൊലി പറയുന്ന സമയത്ത് മറ്റേ വലവിട്ടു അത് കവർ ചെയ്യാൻ എങ്ങനെ ചെയ്യാം അത് രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല സ്പൈഡർമാനുള്ള കണക്ഷൻ പുള്ളി കോൺസ്റ്റന്റ്ലി ആ ഒരു ഇതിനകത്ത് പുള്ളിയുടെ ആക്ടിങ് രസമുണ്ട്. എനിക്ക് ഇത് പുള്ളിയെ ഒട്ടും വർക്കായില്ല ഒഡീസിക്കകത്ത്. പക്ഷെ ഇതാ പണിഷറാണ് പുള്ളി. അതെ പുള്ളിക്ക് അത് അവരുടെ ഇന്ററാക്ഷൻ എപ്പോൾ വന്നാലും ഭയങ്കര രസമായിരുന്നു. എല്ലാ സാധനം ഇപ്പം ഒരു 4-5 സീക്വൻസിലാണ് ആദ്യം കാണുന്നത്. 5 സീക്വൻസ് അല്ലേ? ഫസ്റ്റ് ചേസിലുണ്ട്, പിന്നെ ഇടയ്ക്ക് സെൻഡയെ കൊണ്ട് അവിടെ വിടുമ്പോഴുണ്ട്, പിന്നെ ഹൾക്ക് സീക്വൻസ് അതും ഭയങ്കര രസമുണ്ടായിരുന്നു. മനുഷ്യർ എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ അറിയാവുന്ന രീതിയിൽ ഹൾക്ക് സ്മാഷ് കുറേ നാളായിട്ട് മിസ്സിംഗ് ആണ്. നമുക്ക് ബ്രൂസ് ബാനറിനെ മാത്രം. അതെ അപ്പൊ ആ സംഭവം എനിക്ക് അത്ര വർക്കായില്ല. ഇതിന് ഒതുക്കാൻ വേണ്ടി ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഹൾക്കിനെ കാണാൻ ചെല്ലുമ്പോഴത്തേക്കും ഞങ്ങള് പുതിയൊരു പരിപാടി ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഹൾക്കിനെ ഒതുക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ തന്നെ ഞാൻ ടിക്കറ്റ് എടുത്തത് എന്നുള്ള ഫീലിംഗ് ആണ്. അതൊക്കെ വിട്ടിട്ട് ഹൾക്കിനെ തുറന്നു വിടാൻ ഒരു കാരണം അവർ കണ്ടെത്തി. അപ്പൊ അത് ഭയങ്കര അതിന് ഭയങ്കര ഐഡിയ. പിന്നെ ഹൾക്ക് വളർന്നപ്പോഴത്തേക്ക് സ്മാഷിനായിരുന്നു അത് നമുക്ക് ഫീൽ ചെയ്യും. വേവ്സ് ഒക്കെ വന്ന് എല്ലാം ചത്തറി പോകുന്ന. പിന്നെ മറ്റേ ഒരു ഷോട്ടില്ലേ, ഹൾക്ക് കുറെ സാധനമായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുക. എന്താണ് ഹൾക്കിനെ ഹോൾഡ് ചെയ്യുന്നുള്ള ഒരു വൈഡ് ഷോട്ട് ഉണ്ട് പെട്ടെന്ന് വരുന്നത്. ഇത്രയും ബിൽഡിംഗ് മറ്റേ ഇതെല്ലാം വലയായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുക. അപ്പൊ അത് അങ്ങനെ കുറച്ച് വിഷ്വലി നമുക്ക് കുറച്ച് ഒരു പെട്ടെന്ന് ബ്രേക്ക് ചെയ്തിട്ട് അതായത് ഡയറക്ഷൻ ലൈനിൽ കുറച്ച് നല്ല ക്രിയേറ്റീവ് റൈറ്റിംഗ് സെൻഡ ആയിട്ടുള്ള സീൻ എനിക്ക് അതായത് ഈ ബാലൻസ് രസമുണ്ടാകും. ഈ നമ്മളെ ഇങ്ങനെയുള്ള പടങ്ങൾക്ക് ആക്ഷൻ ഭയങ്കര രസമായിരിക്കും. നമ്മൾ മാർവലിന്റെ പൊതുവെ ഫൺ സീൻ ഉണ്ടല്ലോ, അതായത് ഈ 2 സൂപ്പർ ഹീറോസ് ഒന്നിക്കുമ്പോൾ ഉള്ള ഫൺ ബാൻഡർ അത് എപ്പോഴും അവർ ക്രാക്ക് ചെയ്യും. പക്ഷെ ഈ ഇമോഷണൽ സീനൊക്കെ വരുമ്പോഴത്തേക്കും ഇത് പാസ് ചെയ്ത് പൊക്കോട്ടെ എന്നുള്ള സീനാണ് എപ്പോഴും. പക്ഷെ അതല്ലാതെ ഇതിനകത്ത് ആ ഇമോഷണൽ സീനും എനിക്ക് കണ്ടിരിക്കാൻ രസമുണ്ടായിരുന്നു. ഇവരുടെ എക്സ്ചേഞ്ച്, കാരണം ഈ പുള്ളിക്കാരത്തേക്ക് ഓർമ്മയില്ല. അപ്പൊ ആ സീനില്ല, ആ സീക്വൻസ് കംപ്ലീറ്റ് ഞാനത് തുടങ്ങി വിചാരിച്ചു ഇത് ചിലപ്പോ ഇത് കുറച്ച് അവിടുത്തെ റൈറ്റിംഗ് ആണെങ്കിലും ഡയലോഗ് ഡെലിവറി കുറച്ച് പാളി പോകാൻ ചാൻസ് ഉള്ള സാധനമാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ നമ്മളിങ്ങനെ ഫാൻസുകാരൊക്കെ ഇരിക്കൊണ്ട് ഇല്ലായിരിക്കും എന്ന് വിചാരിച്ചിരിക്കാം. പക്ഷെ അത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ ബെറ്റർ ആയിട്ട് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. അപ്പൊ അത് അങ്ങനെ ആ ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഇവരുടെ ഓഫ് സ്ക്രീൻ കെമിസ്ട്രി ഇങ്ങനെ സെൻഡയെ മറ്റേ പുള്ളിക്കാരത്തി കേറിയിട്ടുള്ള സീക്വൻസ് അതും ഇവർ തമ്മിലുള്ള സീക്വൻസ് ഒക്കെ വർക്കായി. എനിക്ക് ആക്ച്വലി ഇവരെ തിരിച്ചു കൊണ്ടുവരുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പടത്തിന്റെ ഒരു നല്ലൊരു ഇമോഷണൽ സംഭവം എന്ന് വെച്ചാൽ ഇവർ മറക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ വിചാരിച്ചു പുള്ളിക്കാരന് വേറെയും നായകന്മാരുണ്ട് കോമിക്സിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു MJ സ്റ്റോറി ഇവിടെ എൻഡ് ചെയ്തിട്ട് അടുത്ത ഗെൻ സ്റ്റേസി ഒക്കെ ഉണ്ട്, അത് മറ്റേ ആക്ച്വലി അമേസിംഗ് സ്പൈഡർമാൻ പുള്ളിക്കാരത്തിയാണ്. പിന്നെ ഈ ജീൻ ഗ്രേ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ജീൻ ഗ്രേ ആക്ച്വലി എനിക്ക് കോമിക്കിൽ അങ്ങനെ ജീൻ ഗ്രേയുടെ ലവ് ഇൻട്രസ്റ്റ് നമ്മുടെ വുൾവറിനുമായിട്ടായിരുന്നു അതിനകത്ത്. പക്ഷെ ഈ സ്പൈഡർമാനോട്ട് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഫേമസ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഞാൻ എല്ലാ കോമിക്സ് ഒന്നും വായിച്ചിട്ടുള്ളത് എനിക്ക് അറിയില്ല. പക്ഷെ ഈ പറയുന്ന പോലെ അങ്ങനെ പോകുമെന്ന് സംശയമാണ്. ബട്ട് ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു തിരിച്ച് MJയിലേക്ക് എത്തുന്ന ലൈനിലാണ്. എങ്ങനെ വേണേൽ പോവാൻ അങ്ങനെയാണ് കൊണ്ട് നിർത്തിയേക്കുന്നത്. അത് ഓക്കെയാണ്. വെൻ സ്റ്റേസി എലമെന്റിലേക്കൊന്നും പോകത്തില്ലെന്ന് തോന്നുന്നു. പീറ്റർ പാർക്കർ. അപ്പോൾ അതും നമുക്ക് എൻജോയ് ഈ ബാലൻസ് ഇല്ലേ, ഈ പറയുന്ന പോലെ കുറച്ച് ഇമോഷണലി ഡൗൺ ആയിരുന്നു. ഈ പറയുന്ന പോലെ മറ്റേ ആൻറ്റി സീനാണ് നമ്മുടെ മെയ് പാർക്കറിന്റെ സീനാണ്. മെയ് പാർക്കർ ത്രൂ ഔട്ട് ഈ ഹോൾ സ്പൈഡർമാൻ സീരീസിൽ എനിക്ക് അത്ര വർക്കാവുന്നില്ലെന്നല്ല, എനിക്ക് വലിയ ഭയങ്കരം എന്ന് പറയത്തക്ക ഒന്നും ഇല്ലാത്തൊരു മെയ് പാർക്കറാണ്. RDJ ആയിട്ടുള്ള സംഭവം, ആ ഫ്ലേർട്ടിങ് അത് രസം ഉണ്ടായിരുന്നെങ്കിൽ പക്ഷെ അതങ്ങനെ ഭയങ്കര ഒന്നുമില്ല. പക്ഷേ അത്രേ ഉള്ളൂ. എൻ്റെ മനസ്സിൽ ഇപ്പോഴും മെയ് പാർക്ക് മറ്റേ നമ്മുടെ ടോബി മൈഗുയറിന്റെ പുള്ളിക്കാരത്തിയാണ്. ആ മുഖം കണ്ടിട്ട് പിന്നെ വേറെ മുഖം കാണാൻ പറ്റുന്നില്ല. അപ്പം അതൊക്കെ തന്നെ സ്പൈഡർമാൻ ത്രൂ ഔട്ട് ഈ ഇമോഷൻ വർക്കായി, ആക്ഷൻ ഭയങ്കരമായിട്ട് വർക്കായി. ഈ ഹൾക്ക് സീൻ അതെ തിയേറ്റർ പടം നമ്മൾ പറയുന്ന മറ്റേ പ്രോപ്പർ തിയേറ്റർ പടമാണ്. അതെ ഹൾക്ക് സീൻ ത്രൂ ഫുൾ സീക്വൻസ് വർക്കാണ്. അങ്ങനെ വലിയ സീക്വൻസുകളുണ്ട് വർക്കാണ്. അതുകൊണ്ട് മറ്റേ ആ റെഡിലുള്ളവരുടെ പേരെന്തായിരുന്നു, ഹാൻഡ്, അത് ഭയങ്കര രസമുണ്ടായിരുന്നു. മറ്റേ ഒരാളിങ്ങനെ ജമ്പ് ചെയ്യുന്നു, അയാളുടെ തോളത്ത് ഇടുന്നു, അടുത്ത ആൾ ജമ്പ് ചെയ്യുന്നു, അയാളുടെ തോളത്ത്. അങ്ങനെ ആ സീക്വൻസ് അതിന്റെ കൊറിയോഗ്രാഫി ഒന്ന് ആലോചിച്ചാൽ ആ ലൊക്കേഷനിൽ ഒരു ആക്ഷൻ രസകരമാക്കുന്നത് ഭയങ്കര പാടാണ്. അത് ഒരു വെർട്ടിക്കൽ ഒരു കോളമാണ്. അതില്
അതിൽ അവർ ഭയങ്കര രസം, അതിൽ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം നമുക്ക് അവരെ ഇത്രയും കഴിവുള്ളവരെ കിട്ടുവാണെങ്കിൽ നമുക്ക് അത് എവിടെ വേണേൽ കൊണ്ട് പ്ലേസ് ചെയ്യാം. പക്ഷെ അത് അതിനകത്ത് നിർത്തിയിട്ട് ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടി ചെയ്തത്. അതെ, അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമയിൽ ആ ക്ലൈമാക്സ് നടക്കുന്ന അങ്ങനെ ഒരു ക്ലോസ്ഡ് സ്പേസ് ഒരുപാട് ലേയേഴ്സ് ഉണ്ട്. അത് സ്പൈഡർമാൻ ആദ്യം ഇതാന്ന് ചേഞ്ച് ആവുന്നു, പിന്നെ മറ്റേ സ്പൈഡർമാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പരിപാടികൾ കുറേ സംഭവം തന്നെ ചെയ്യുന്നു. മറ്റേ ഓർഗാനിക് വല വെച്ച് അടിച്ച് മറ്റേ മറച്ച് ആ ഒരു ബോംബിന്റെ പരിപാടി എൻ്റെ രസമുണ്ട്. ഒരിക്കലും അത് യൂസ് ചെയ്ത് 1-2 തവണ അത് യൂസ് ചെയ്ത് കണ്ടുള്ളൂ. ഒരു വെബ് ബോംബ് ആ സാധനം അത് വളരെ മറ്റേ ഓർഗാനിക് ആവുന്നതിന് മുമ്പുള്ളത്. അത് മറ്റേ ടാങ്കിന്റെ അടിയിൽ വെച്ച് ആ സംഭവം ഉണ്ടായിരുന്നു തുടക്കം. ഉണ്ട് മറ്റേ ചേസിങ് ഇടയ്ക്ക്. പിന്നെ അറിയാതെ പൊട്ടുന്നൊരു സാധനമുണ്ട്. ആ എലമെന്റ്സ് ഭയങ്കര. എനിക്ക് ആ ഇനിഷ്യലി ഉണ്ടായിരുന്ന ഈ ജീൻഗ്രയുടെ ക്യാരക്ടർ, ജീൻഗ്രയെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് മുമ്പ് ഈ ആൾക്കാർ ഇങ്ങനെ മറ്റേ ടക്ക് 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 ചേഞ്ച് ആവുക, അതെനിക്ക് ഭയങ്കരമായിട്ട് വർക്കാണ്. അത് ഞാൻ സംഭവം. അതെ അത് ഇത് ഞാൻ ആക്ച്വലി സ്പൈഡർമാൻ ഗെയിമിന്റെ ഞാൻ ആ സാധനം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ക്ലൈമാക്സിൽ ഒരു വലിയ ക്രൗഡിൻ്റെ കൂട്ടത്തിൽ ഫൈറ്റ് ചെയ്യാനൊരു സ്പേസ് ഉള്ള സാധനമാണ്. ഇപ്പം നമ്മൾ ഇനിഷ്യലി കാണുമ്പോൾ, അതായത് സ്പൈഡർമാൻ ഒരു സാധാരണക്കാരെ ഫൈറ്റ് ചെയ്യാൻ കുറച്ച് മടിക്കുന്നില്ല. സ്പൈഡർമാനെ നമ്മളിപ്പോൾ ഈ ഹാൻഡിനെ പോലെ ആളെ കൊണ്ട് ഇതല്ലാതെ കോമൺ ഓഡിയൻസ് വന്ന് ഫൈറ്റ്, അതായത് ആ ആൾക്കാരെ അവരെ രക്ഷിക്കുന്നതാണല്ലോ. അപ്പോൾ പോലീസുകാർ പറയുന്നുണ്ട് ഇത് ചെയ്യാൻ പാടാണ്. വാട്ട് ഇഫ് ഈ ഒരാളെ അങ്ങനെ ഒരു പോലീസുകാരനെ അങ്ങനെ ഇടിച്ച് വീഴുന്നുണ്ട്. പക്ഷെ അതാ പറഞ്ഞ ആ ഒരെണ്ണം സംഭവം കഴിഞ്ഞിട്ടില്ലേ, ഈ ക്ലൈമാക്സിൽ ഇത് ഈ പീറ്റർ പാർക്കറിൻ്റെ ഈ സ്പൈഡർമാന് ഭയങ്കര വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. ഏത് ആക്ച്വലി ജീൻ ഗ്രേ ആണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിലും ഇത്ര ആൾക്കാർ, അതായത് ഈ ഫൈനലി ഈ ഹാൻഡിനെയും ജീൻ ഗ്രേ കൺട്രോൾ ചെയ്യുന്നുള്ള ലൈനല്ലേ, അതിനോടൊപ്പം തന്നെ ഈ ഒരു ലാർജ് ക്രൗഡ് ഓഫ് സാധാരണക്കാരോട് അവരുമായിട്ടാണ് ഇദ്ദേഹം ഫൈറ്റ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ടായത്. പക്ഷെ അതിനകത്തൊരു ഭയങ്കര ലെയർ ഉണ്ടാവും. ഈ ക്യാരക്ടറിന്റെ അവസ്ഥ ഉണ്ടല്ലോ, ഏതാ ഞാൻ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്, പക്ഷെ ഇപ്പം ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തൊരു എന്തോ ഒരു പരിപാടി കൂടെ വരും. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഈ സീക്വൻസ് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ ഈ എലമെന്റിനെ എവിടെയെങ്കിലും ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ടാവും, എവിടെയെങ്കിലും ചെയ്യാനും പറ്റില്ല. കാരണം ഈ എലമെന്റ് ഇതിനകത്ത് അത് ക്ലൈമാക്സിൽ എത്തുമ്പോഴാണ് അതായത് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്ത കുറച്ച് എലമെന്റ്സ് ഇങ്ങനെ ആയതുകൊണ്ട് അതിന് സ്കോപ്പ് ഇല്ലാതായി പോയാന്ന് തോന്നുന്നു. കാരണം ഇവര് ഒരിക്കലും ജീൻ ഗ്രേ ഒരു വില്ലനാക്കരുത് എന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ചേച്ചിയുടെ സീക്വൻസിലേക്ക് പോകുന്നത്, ഇനീഷ്യലി ചേച്ചിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സീക്വൻസ് ഇല്ലേ, അതൊക്കെ ഭയങ്കര അവരുടെ ഫ്ലാഷ് ബാക്ക് ആണെങ്കിൽ അമ്മയെ കാണുമ്പോഴേക്കും പറയുന്നുണ്ട് അമ്മ എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ കുറച്ച് വളരെ സിമ്പിൾ എന്താ നമ്മൾ പറയുന്നത് മറ്റേ പെട്ടെന്നുള്ള റൈറ്റിംഗ് സാധനങ്ങൾ അതൊക്കെ. അതെ, പക്ഷെ അത് ഒരു പരിധി വരെ ക്വിക്കായിട്ട് ഈ ഇൻഫർമേഷൻ കൊടുക്കാം. അതെ, നമുക്ക് അവരെ അത്രയും ഇൻട്രസ്റ്റിംഗ് ആവുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, അത് പാസ് ചെയ്ത് പോയി അടുത്ത മേജർ സംഭവത്തിലേക്ക് പോകുന്നതുകൊണ്ട് ആ ഹാൻഡ്ലിങ് ഓക്കെയാണ്. ഇപ്പം വേറൊരു എലമെന്റ്, ഈ ഇമോഷണൽ വേറൊരു എലമെന്റ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ പണിഷറിന് ഒരു റിഗ്രറ്റ് ഉണ്ട്. പുള്ളിക്കാരൻ വെച്ചൊരു വെടി സ്പൈഡർമാനെ കൊണ്ടുപോകുന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ട് പുള്ളി അങ്ങനെ റിഗ്രറ്റ്, പുള്ളി ആക്ച്വലി ഒരു റീസൺ കാരണം വല്ലാണ്ട് കട്ടി മനസ്സുള്ള മനുഷ്യനായി മാറിയ ആളാണ് പണിഷർ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പം അതിൽ നിന്ന് പിന്നെ തിരിച്ചെങ്ങനെ അത് ഷിഫ്റ്റ് ചെയ്ത് മാർവലിന്റെ കോമഡിയിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഭയങ്കര രസമുള്ള സീനാണ്. അപ്പം അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ പറയുന്ന അവർക്ക് കീപ്പ് ചെയ്തൊരു ലൈനുണ്ട്, ഇങ്ങനെ പോകാം എന്ന് വിചാരിച്ചു ജീൻ ഗ്രേ ഇങ്ങനെ കൊണ്ട് ഇന്ത്യന്ന് കരുതിക്കൊണ്ടായിരിക്കും മനുഷ്യരെ വെച്ചുള്ള ഫൈറ്റ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണല്ലോ പുള്ളിക്കാരന് ഏറ്റവും ഇമോഷണലി കണക്ഷനുള്ള MJ വെച്ചിട്ട് അങ്ങനെ ഒരു എലമെന്റ് നമ്മൾ ടീസ് ചെയ്തു. ആ വില്ലൻ അങ്ങനെ തന്നെ കൊണ്ട് പഴയ മാർവലായിരുന്നു എനിക്ക് തോന്നുന്നു വില്ലനായിട്ട് കൊണ്ടുപോയി അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് മറ്റേ സ്പൈഡർമാനെ ഫൈറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതെ അതെ, ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് ബാറ്റ്മാൻ എലമെന്റ് പോലെ ആരെയും കൊല്ലത്തും ഇല്ല, ഇങ്ങനെ എല്ലാവരെയും എന്ത് ചെയ്യും ഇത്. അതെ, ആ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കായിരുന്നു. ഇത് മറ്റേ തുടക്കം തന്നെ സാംസങ്ങിന്റെ ഒരു പരസ്യം ഉണ്ടല്ലോ, ഗാലക്സി ഫോൾഡിന്റെ സ്പൈഡർമാൻ ഉണ്ടായിരുന്നു. ത്രൂ ഔട്ട് വരാൻ തോന്നുന്നു സ്പോൺസർ ചെയ്തേക്കുന്നത് സോണിയുടെ അല്ലേ, ഞാനത് ആലോചിച്ച്. അതെ, ഈ മറ്റേ ത്രൂ ഔട്ട് ഞാൻ ഇതിനു മുമ്പത്തെ പടങ്ങളിൽ ഉണ്ടായിരുന്നോ അതോ PXL പടം കണ്ടിട്ട് തുടങ്ങുമ്പോൾ തൊട്ട് ഈ രാമായണ ട്രെയിലർ അതിനകത്ത് നമ്മൾ കണ്ടായിരുന്നു. അപ്പം റെഡ് കുറച്ച് പുഷ്ഡായിരുന്നു. നിങ്ങളോട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഈ സ്പൈഡർമാൻ്റെ സൂട്ട് ത്രൂ ഔട്ട് ഇവർ എന്തോ ചെയ്ത് ഏത് സീനി പുള്ളി നിന്നാലും ഇങ്ങനെ ഒരു ഇറിച്ചിങ്ങനെ നിൽക്കും. ലാസ്റ്റ് മറ്റേ പണിഷറുടെ ആ ലെയറിൽ ചെന്നിട്ട് അത് മൊത്തം ഒരു ഗ്രേ ഏരിയ ആണല്ലോ ആ ലൊക്കേഷനൊക്കെ, അവിടെ ഈ സൂട്ട് വരുമ്പോൾ ഇങ്ങനെ എറിച്ച് നിൽക്കുമായിരുന്നു. അത് ഇപ്പം വേറെ സ്ഥലത്ത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, പ്രൊജക്ഷൻ്റെ ആണോ എനിക്ക് ഇവിടെ അത്ര പ്രശ്നമായിരുന്നു. അപ്പോൾ റെഡ് ഇങ്ങനെ കത്തി നിൽക്കുമായിരുന്നു അതിനകത്ത്. നമ്മൾ കണ്ട തിയേറ്ററിൽ അത്ര സ്പൈഡർമാൻ ആയതുകൊണ്ട് അതൊരു രസമുണ്ട്. നമ്മൾ കണ്ട തിയേറ്ററിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, 3D ഗ്ലാസ് വെച്ച് കഴിയുമ്പം ഒരു ബിറ്റ് ഔട്ട് ഓഫ് ഫോക്കസ് ആയിരുന്നു. ഇതും വൈഡ് ഷോട്ടിൽ നമുക്ക്, പക്ഷേ ഇത് വൈഡ് ഷോട്ട് അല്ല, ഇപ്പം നമ്മൾ സബ്ടൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അത് 2 ലെയറായിട്ട് ഇപ്പം കൂടെ ഫോക്കസ് ചെയ്തിരുന്ന കറക്റ്റ് ഷാർപ്പായിട്ട് കണ്ടേരെ. അത് പ്രശ്നം ക്ലോസപ്പ് ഷോട്ടൊക്കെ വരുമ്പോൾ തന്നെ നമുക്കത് ഫോക്കസ് അല്ല മോനെ, അത് പടത്തിൻ്റെ പ്രശ്നമല്ല, പ്രൊജക്ഷൻ ചെയ്യുന്നവർ
അറേഞ്ച് ചെയ്ത മാതിരി സാധനമാണ്. ഓ ആ ഈ ഇതിനകത്ത് ആക്ച്വലി ജീൻ ഗ്രേ വില്ലൻ എലമെന്റ് അല്ല എനിക്ക് വർക്കാതെ പോയത്. മറ്റേ നമ്മൾ സ്ഥിരം ജനറിക് ഒരു വില്ലൻ ഉണ്ടാവുമല്ലോ, അതായത് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് നല്ലവനായ ഉണ്ണി എന്ന് പറഞ്ഞ തുടക്കം ഒരാൾ വരും. പടത്തിൽ പറയുമ്പോൾ അവരാണ് വില്ലൻ. അപ്പൊ ആ വില്ലനെ കൊണ്ടുവന്നു. പക്ഷെ അതിങ്ങനെ മറന്നേക്കുവാണല്ലോ പുള്ളി ഇങ്ങനെ ഒരു കസേര കുറെ നേരം ഇരുന്നു. എന്നിട്ട് പുള്ളി എടുത്ത് നിന്നെ ഞാൻ വെറുതെ വിട്ടേക്കൊന്നുമില്ലല്ലോ, 2 സീനേ ഉള്ളൂ. ഉള്ളൂ അല്ല, ഒന്നും പുള്ളി എടുത്ത് പറയുന്നില്ല. ഇവര് തമ്മിൽ ചർച്ച ചെയ്തിട്ട് ഇവരെ ഇറങ്ങി പോവാണ്. പുള്ളി എന്തായി, പുള്ളി കുറെ നേരം അവിടെ ഇരുന്നല്ലോ. ആ സംഭവം നമുക്കൊരു ക്ലോഷർ ഇല്ലാതെ ആയതുകൊണ്ട് അതുപോലെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല അതൊന്നും. അതുപോലെ എനിക്ക് മറ്റേ ഹൾക്ക് വീണ് കഴിഞ്ഞിട്ട് മറ്റേ കൊണ്ടുപോവാണ്, എടാ ആരും ചത്തോടാ ഹൾക്ക് ചോദിക്കുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് ഹൾക്കങ്ങ് പോയി. പിന്നെ ഹൾക്കിനെ പറ്റി വേറെ വിവരമൊന്നുമില്ല. പടത്തിനകത്ത് വലിയ ആവശ്യം നമ്മള് അവിടെ അല്ല, ഹൾക്ക് നിലത്ത് വീഴുമ്പോ സ്പൈഡർ നോക്കും എന്തായാലും സംഭവിച്ചോ, താഴെ എത്തി. മറ്റേ ഈ തുടക്കമുള്ളൊരു സെക്യൂരിറ്റി ചെക്ക് ഇല്ലേ ത്രൂ ഔട്ട് ഇതിനകത്തൊന്നും ഏറ്റവും കൂടുതൽ ഈ മാസ്ക് ഊരൂല്ല എന്ന് പറയുന്ന സാധനം അത് വെച്ച് കുറച്ച് പേര് പ്ലേ നടത്തുന്നുണ്ട്. അതായത് എല്ലാവരെയും മറന്നു പോട്ടെ എന്ന് വന്ന് മറ്റേത് പറയുന്നത് ഞാൻ എക്സ്പെക്ട് ആയെന്നുള്ളതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി ഞാൻ ആരെയും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റേ അത് വെച്ച് കുറച്ച് പ്ലേ ചെയ്യുന്നുണ്ട്. വെള്ളത്തിൽ അതെ ഫോറസ്റ്റ് പോയിഡ് ആയിട്ടുള്ള സീൻ, അതായത് മറ്റേ എലനയുടെ അതൊക്കെ ഒരു എന്താ പറയാ, അതാണ് ആക്ച്വലി ക്യാമിയോ എന്ന് പറയുന്ന സാധനം. വലിയൊരു ഇതില്ല പുള്ളിക്കാരൻ എന്തിനാ ഇതിനും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ഒരു സംശയം ഉണ്ടാകുമ്പോൾ നേരെ പുള്ളിക്കാരത്തെ അടുത്ത് പോകുന്ന ഇത് ആദ്യമായിട്ടാണ് അങ്ങനെ. അപ്പൊ ഞാൻ ഇതെന്താ ഇവിടെ വരുന്നത്, അവഞ്ചേഴ്സിനെ റെപ്രസെന്റ് ചെയ്താണോ പുള്ളിക്കാരത്ത് ഇതൊക്കെ പറയുന്നത്? അവര് തണ്ടർബോൾട്സ്. ഇനിയിപ്പോ അടുത്ത ഡൂംസ്ഡേയില് ഇവരെല്ലാരും ആണല്ലോ മെയിൻ ആയിട്ട് നിൽക്കുന്ന ആദ്യം. ഓ ഞാൻ തണ്ടർബോൾസ് കുറച്ച് ഭേദപ്പെട്ട പടമാണെന്ന് കേട്ടോ. ഒരു ഡീസന്റ് പടമാണ്, നല്ല ഫൺ പടമാണ്. ഈ ടാർഗറ്റിനെ കുറച്ചധികം ഞാൻ ചുമ്മാ ഇനിഷ്യലി നോട്ടീസ് ചെയ്തത്, അത് വലിയ കാര്യമൊന്നും ഇല്ലായിരുന്നു. ടാർഗറ്റിൽ കറക്റ്റായിട്ട് വീഴുന്നില്ല. ഇപ്പോൾ കുറച്ചധികം നേരം അതിന് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എൻ്റെ ടാർഗറ്റ് കറക്റ്റ് ആവുന്നില്ല. അതായത് വെബ് മറ്റേ ഓർഗാനിക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിരിക്കും തുടക്കം. മറ്റേ സാധനം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് തുടക്കം കുറേ പറയുന്നു. പിന്നെ മറ്റേ ബോയ് മാനാവെന്ന് പറയുന്ന സംഭവത്തിൻ്റെ വേറൊരു റെപ്രസെൻറ്റേഷൻ, ആക്ച്വൽ സ്പൈഡേഴ്സ് ഇങ്ങനെ ഇത് കൊഴിയുന്നു നമ്മുടെ അതിനകത്തുനിന്ന് അത് അതിൻ്റെ കുറേ വിഷ്വൽസ് ഫണ്ടൊക്കെ കുറച്ച് ഇതിൻ്റെ കോൺട്രാസ്റ്റും ഗ്രേഡും എനിക്ക് പതിവിലും കുറച്ചും കൂടെ ഒരു മെച്യൂർ പടത്തിന്റെ ഫീലായിരുന്നു. നമ്മൾ ഇത്രയും കോൺട്രാസ്റ്റ് ആയിട്ടല്ല പൊതുവെ ഇനിയിപ്പോൾ അവിടുത്തെ പ്രൊജക്ഷന്റെ ആണോ വ്യത്യാസം എനിക്കറിയില്ല. കുറച്ചുകൂടെ ഒരു ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. മാർവലിന്റെ പടങ്ങൾ കുറച്ചുകൂടെ ഗ്രേ പടമാണ്, കുറച്ചൊരു കളറും കോൺട്രാസ്റ്റും ഒക്കെ കുറഞ്ഞ് കുറച്ചുകൂടെ ഗ്രേഷ് പടങ്ങളാണ്. കുറച്ചധികം എനിക്ക് ഇഷ്ടപ്പെടാറില്ല. അതിൻ്റെ ഈ എന്താ പറയുക, സിനിമാറ്റോഗ്രഫി ലൈറ്റിങ്ങും അങ്ങനെ ഭയങ്കര വിഷ്വലി ഗംഭീരമായിരുന്നു പറയാൻ പറ്റില്ല. ഇത് സ്റ്റേജിങ് ഒക്കെ ഓക്കെ ആയിരിക്കും, പക്ഷേ വിഷ്വലി അങ്ങനെ ഗംഭീര ലൊക്കേഷൻ അങ്ങനത്തെ ഒന്നും ഇല്ല. പക്ഷെ ഇതിനകത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തു. അതിന്റെ പ്രൊജക്ഷന്റെ ഒരു എനിക്ക് ഇവിടെ അങ്ങനെ തോന്നില്ല. കാരണം ഇവിടെ ഈ ഇരുട്ട് ഗ്ലാസ് വെച്ച് കഴിയുമ്പോൾ കുറച്ച് ഇരുട്ടാണ്. ഇല്ല ആ പ്രശ്നം നല്ല വെളിച്ചോ ഇവിടെ ഗ്ലാസ് വെച്ച് കഴിയുമ്പോൾ. ഞാൻ പറഞ്ഞില്ലേ മറ്റേ രാമായണത്തിന്റെ ട്രെയിലർ അവിടെ കാണുമ്പോൾ നമ്മൾ അല്ലാതെ ട്രെയിലറിൽ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും തുടക്കം യേശു ഇങ്ങനെ നടന്നു വരുന്ന സീക്വൻസിൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമ്മൾ കാണത്തില്ല. അവിടെ എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല വിസിബിൾ കാണാൻ മനസ്സിലായി. അത് നമ്മൾ ടി വി കാണുമ്പോൾ നമുക്ക് അത്ര ഇതായിട്ട് കാണത്തില്ല. അതെ അതെ. അപ്പം ഞാൻ ചേട്ടാ ഇത്രയും വിസിബിൾ ആയിരുന്നു ഈ സാധനമൊക്കെ. നമ്മൾ ആ തുടക്കം ആ ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒന്നും ശ്രദ്ധിക്കത്തില്ല, അവിടെ എല്ലാം കാണാം. അപ്പം അത്രയും വെട്ടത്തോടുകൂടി 3D കണ്ടതിൻ്റെ ഒരു ഭംഗി ഉണ്ടായിരുന്നു. നീ വില്ലന് വർക്കായിരുന്നു, പക്ഷേ എനിക്കൊന്ന് ഫസ്റ്റ് ഹാഫ് കഴിയുന്നവരെ വില്ലൻ എന്താണെന്നുള്ളൊരു മിസ്റ്ററിയും ഒരു പേടി, ഇതെങ്ങനെ സ്പൈഡർമാൻ ഹാൻഡിൽ ചെയ്യുന്നുള്ളൊരു പേടി, എങ്ങോട്ടായത് പോകുന്നുള്ള സംഭവം തുറക്കുന്നുണ്ട് മോട്ടീവ്. അപ്പം ഞാൻ ഈ പടം കാണാൻ കയറുമ്പോൾ നീ അത് വില്ലൻ വർക്കായില്ലെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഞാൻ ഇതെന്തുകൊണ്ട് വർക്കായില്ല, ഇതൊരു നമുക്കൊരു മിസ്റ്ററി ഉണ്ടല്ലോ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നേരത്തെ അറിഞ്ഞുകൊണ്ടാണോ? അല്ല വില്ലന്റെ എൻ്റെ ഇത്ര ഉള്ളതാണ് വില്ലന്റെ ട്രാക്ക് ഞാൻ നോക്കുമ്പോൾ കിടയത് എനിക്ക് അതിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പം സ്പൈഡർമാൻ്റെ സീനുകളിലേക്ക് വരുമ്പോൾ അത്രേ ഉള്ളൂ. അതായത് നമ്മളിത് കണ്ടിട്ടുണ്ട്, നമുക്ക് ഇതിനകത്ത് വലിയ ഒരു അത് ആക്ച്വലി നമ്മുടെ ഭയങ്കര ജനറിക് സ്റ്റോറി ലൈനും പരിപാടിയാണ് ഗെയിമിൽ നിന്ന് ഇൻസ്പയർഡ്. അതായത് ഇതുപോലെ ഒരു വില്ലൻ ഉണ്ട്, അത് നമുക്ക് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അതായത് ഇടിച്ചു തോപ്പിക്കാൻ പറ്റത്തില്ലാത്തൊരു വില്ലൻ, ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് പോലെ. അതാ പറഞ്ഞത്, അത് ഇനിഷ്യലി നമ്മൾ നോക്കുമ്പോൾ ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ ഇത് വന്ന് തീരുമ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ എന്ന് പറയുന്ന സംഭവം. അത് അവിടെയാണ് നമുക്കിത് ഈ ട്രാക്ക് നമ്മൾ ഇവരെന്തുകൊണ്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഒരു വില്ലൻ ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ ഈ ക്യാരക്ടറിനെ തന്നെയാണെങ്കിലും അതിന് കുറെ കൂടി ആ ഒരു സീക്വൻസ് കഴിഞ്ഞിട്ട് തിരുത്തിയാൽ മതിയായിരുന്നു. അതെ, കുറച്ചുകൂടെ ഒരു എന്തെങ്കിലും ഒരു നമുക്ക് വില്ലനായിട്ട് തോന്നുന്നു, വില്ലനെ ഒരു സില്ലി വില്ലൻ. പക്ഷേ ഈ വില്ലന്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ഓക്കെയാണ്. എനിക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വില്ലന്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ഇത്രയും പേരെ കൊല്ലണ്ടായിരുന്നു സിസ്റ്ററിന്റെ അടുത്തെത്താൻ. വില്ലന്റെ പ്രതികാരം എന്തോ ഈ മറ്റെന്തോ ഡാമേജ് കൺട്രോളിനോടാണ്. അപ്പോൾ ഈ സ്പൈഡർമാനോട് ഇത്രയും വിരോധം വരാനും സ്പൈഡർമാൻ്റെ
ഇമോഷണലി ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല വില്ലൻ എന്നുള്ളൊരു പോയിന്റ്. പക്ഷെ നമ്മളുടെ നായകൻ സ്പൈഡർമാൻ ആയതുകൊണ്ട് വില്ലൻ ഇത്രയും ചെയ്യുന്നു എന്നുള്ള ആ ഒരു ലൈനില്ലേ പടം തീരുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. പിന്നെ ഒരു സംഭവം ഈ മോഡേൺ ഓഡിയൻസിന് വർക്കാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. ആ ഒരു കിസ് നടക്കുമ്പോഴത്തേക്കും വില്ലനാണല്ലോ പുള്ളിക്കാരത്തിയുടെ ബോഡിയിൽ, അപ്പൊ അതിനൊരു സോറി ഒക്കെ ലാസ്റ്റ് അതൊരു നല്ല എലമെന്റ് ആയിട്ട് വരും. സെൻഡയോട് പറയുന്നത് ഐ എം സോറി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നത് പറയണം. അതൊരു പോസിറ്റീവാണ്. അത് എനിക്കൊരു മോഡേൺ റൈറ്റിങ്ങിന്റെ ഭാഗമായിട്ട്, മോഡേൺ ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള റൈറ്റിങ്ങിന്റെ ഭാഗമായിട്ട് വന്നൊരു അത് വരുന്നത് പെട്ടെന്നാണ് അനുവാദമില്ലാതെ ചെയ്തു എന്നുള്ളത്. അതെ, അത് നമ്മൾ സീൻ വൈസ് മോറലി അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ എന്ന് ചിലരുടെയെങ്കിലും മനസ്സിൽ തോന്നിയാൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു രീതിക്കാണ് സീനിൽ അത് എഴുതി വെച്ചേക്കുന്നത്. എൻ്റെയും ആ സീക്വൻസ് ഒക്കെ രസമുണ്ടായിരുന്നു. ഈ കൂട്ടുകാരനൊക്കെ തിരിച്ചു ഏറ്റവും രസമായത് മറ്റവൻ ഫുള്ളി മനസ്സിലായിട്ടില്ല പരിപാടി, പീറ്റർ അല്ലേ അങ്ങനെയാണല്ലോ കൊണ്ട് എൻഡ് ചെയ്യുന്നത്. പക്ഷെ അത് അതിന്റെ റിവീല് പടം കൊണ്ട് എൻഡ് ചെയ്യുന്ന മറ്റേ ആ ഒരു മസിൽ മെമ്മറി വർക്കാവുന്നത് ആ സാധനം എനിക്ക് രസമായിട്ട് തോന്നി. അത് കഴിഞ്ഞ് നിൽക്കും. അപ്പൊ നിൽക്കുമ്പോൾ പീറ്റർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓക്കെ കിട്ടി കാണുവന് അങ്ങനെയുണ്ട്. അല്ലെങ്കിൽ പീറ്റർ എന്ന് പേര് പറഞ്ഞല്ലോ, പീറ്റർ അല്ലേ ഇത് എവിടെ എങ്ങനെയാണ് ഇത് അങ്ങനെ ആ ഒരു ഡൗട്ടിൽ നിർത്താം. അതായത് ഫുള്ളി ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ മറ്റേ പടത്തിന്റെ ഇനിയിപ്പോൾ മറ്റേ പടം കാണാൻ വേണ്ട കുഴപ്പമില്ല, അടുത്ത പടത്തിൽ ശരിയായിക്കോളും എന്നുള്ള ഫീല് വരും. പിന്നെ ഇതിന്റെ പോസ്റ്റ് ക്രെഡിറ്റ്സിൽ ഒരു സാധനം ഉണ്ടായിരുന്നു. അവർ പറയുന്നത് മറ്റേ സീക്രട്ട് വാർ അതിലേക്ക് ആ ടൈമിൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയില്ല. ഞാൻ 1-2 പേരുടെ വീഡിയോയിൽ കണ്ടിരുന്നു. സീക്രട്ട് വാറുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണെന്ന് പറയുന്നത്. അതിനെപ്പറ്റി അറിയാവുന്നവരൊക്കെ പറയൂ. ഞാൻ 1-2 വീഡിയോസ് കണ്ടിട്ടില്ല. ഞാൻ സീക്രട്ട് വാർ കാണുമ്പോൾ ഓഹോ അത്രേ ഉള്ളൂ, ഞെട്ടായിരിക്കും. അതെ അതെ. പക്ഷെ ഞാൻ അതിന് മുമ്പേ വോയിസിൽ റിവ്യൂ അയക്കും പുള്ളിക്ക്. ഫസ്റ്റ് ഡേ പടം കണ്ട ഞാനിത് പറഞ്ഞു കൊടുക്കും പുള്ളിക്ക്. സ്പോയിലേ എന്തോ ഒരു വല്ലാത്ത സുഖമാണ്. ത്രൂ ഔട്ട് ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ല സ്പൈഡർമാൻ പടത്തിന് വേണ്ട രസകരമായ എലിമെന്റ്സ് ആണ്. ഇതിനകത്ത് സാധാരണ സ്പൈഡർമാൻ പടത്തിൽ ഈ ഇമോഷൻ പോകുമ്പോഴത്തേക്കും നമ്മൾ കുറേ പേരെങ്കിലും ഈ ഇമോഷൻ കഴിഞ്ഞിട്ട് രസകരമായ സാധനത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്നിങ്ങനെ വെയിറ്റ് ചെയ്യും. അതൊരു 10 മിനിറ്റിൻ്റെ ആ ഗ്യാപ്പ് ഉണ്ടാവും. ഇതിനകത്ത് ഈ പണിഷർ എന്നുള്ള ഒരു എലമെന്റ് കിടക്കുന്നുണ്ട്. അവർ അതിനെ യൂസ് ചെയ്ത് ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് ബ്രേക്ക് ചെയ്യും. സ്പൈഡർമാൻ ഇങ്ങനെ ജീൻ ഗ്രേയുടെ കഥയൊക്കെ ഇങ്ങനെ വളരെ ഇമോഷണലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പണിഷറാണ് ഇമോഷണൽ ഷിറ്റ് എന്ന് പറഞ്ഞിട്ട് അത് ബ്രേക്ക് ചെയ്യുക. അപ്പോൾ അത് ആ ബാലൻസ് ചെയ്യാൻ 2 ക്യാരക്ടേഴ്സിനെ കിട്ടിയതിൻ്റെ റൈറ്റിങ്ങിൻ്റെ രസമുണ്ടല്ലോ. അപ്പോൾ അത് ത്രൂ ഔട്ട് ഇവരുടെ ഇൻട്രാക്ഷൻ അതുകൊണ്ട് രസമാക്കാനും പറ്റും. എന്നാൽ ഈ ഇമോഷണൽ ഷിറ്റ് പറയുകയും വേണം, അതിനെ ബ്രേക്ക് ചെയ്യുകയും വേണം. അപ്പോൾ അതെല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റും. ഈ ബാലൻസിങ് ഭയങ്കര രസമായിരുന്നു. പിന്നെ ബീജിയം എനിക്ക് ഇതിനകത്ത് കുറച്ച് രസമായിട്ട് തോന്നി. കുറച്ച് അങ്ങനെ മാർവലിൻ്റെ പടത്തിൽ അങ്ങനെ അവെഞ്ചേഴ്സിൽ അല്ലാതെ നമ്മൾ ബീജിയം ശ്രദ്ധിക്കാറില്ല, വലിയ കാര്യം. ഈ സ്പൈഡർമാൻ്റെ തീം മ്യൂസിക് ഒരു ഭയങ്കര വലിയ ഫാൻ ബേസ് ഉള്ള സാധനമാണ്. അതല്ല നമ്മൾ ഈ തീം അല്ലാതെ ഇങ്ങനെ ത്രൂ ഔട്ട് പടത്തില്ല നമുക്കിങ്ങനെ. ഇപ്പൊ DC-ക്കകത്ത് ബീജിയം കുറച്ചുകൂടെ ശ്രദ്ധിക്കത്തക്ക രീതിയിൽ മാർവലിന്റെ പടത്തിൽ പടം കണ്ടിറങ്ങിയിട്ട് നമ്മൾ അവെഞ്ചേഴ്സിന്റെ തീം കൊള്ളാരെന്നുള്ള അല്ലാതെ പടത്തിന്റെ ബീജിയത്തെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയില്ല. അതായത് നമ്മൾ ഈ കുറച്ച് കാലമായിട്ട് ഒരുപാട് പേര് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഇപ്പം ടോം ക്രൂസിൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂസിൽ പുള്ളി പഴയ കാലത്തെ വലിയ സ്ക്രീനുകളിൽ ആണ് ഇവർ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഈ സ്റ്റുഡിയോസ് വലിയ സ്ക്രീനിൽ പുഷ് ചെയ്തത് കൊണ്ടുണ്ടായ കുറേ ഫോർമാറ്റ്സ് ഉണ്ട്. ഈ വിസ്റ്റാവിഷൻ 70mm എന്നൊക്കെ പറഞ്ഞ് നമുക്കിന്ന് അത് തിരിച്ചറിയാൻ പറ്റും. നമ്മളിന്ന് ഒരു പെർട്ടിക്കുലർ വലിപ്പം ഈ പറയുന്ന സ്ക്രീനുകളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ കൊച്ചിയിലുള്ള ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ഈ PXലും IMAXും ഒക്കെ. പക്ഷെ അതിലും വലിയ സ്ക്രീനുകൾ പഴയ കാലത്തുണ്ടായിരുന്നു. അതിനുവേണ്ടി ഉണ്ടാക്കിയ ഫോർമാറ്റ്സ് മറ്റേ ബെൻഹറൊക്കെ അതിനുവേണ്ടി എടുത്ത് പ്രൊജക്റ്റ് ചെയ്ത ഒരു സംഭവമാണ്. നമുക്ക് ആ എക്സ്പീരിയൻസേ ഇല്ല. ഇന്ന് ഇപ്പം ഞാൻ ഈ സ്പൈഡർമാൻ കണ്ടിട്ട് ഒരു വലിയ സ്ക്രീനിൽ വലുതായി പടം കാണുമ്പം നമ്മുടെ എക്സ്പീരിയൻസിൽ ചേഞ്ചസ് ഉണ്ടാവും. ആ പടം എന്ത് തന്നെയാണേലും അത് നമുക്ക് IMAXിൽ പോയി കാണുമ്പോഴും പലപ്പോഴും നമുക്കത് ഫീൽ ചെയ്യും. അത് അനുഭവം. അത് ഇനിയിപ്പോൾ ഈ പടം ഇപ്പോൾ ചെറിയ സ്ക്രീനിലോ OTTയിലോ TVയിലോ മൊബൈലിലോ പോലും കാണുമ്പം നമുക്ക് നോർമൽ ഒരു തിയേറ്റർ സ്ക്രീനിൽ തന്നെ ഭയങ്കര വ്യത്യാസം മൊബൈലിൽ കാണുമ്പോൾ. പക്ഷേ അതിൻ്റെ മടങ്ങ് ഭയങ്കര ഹെവിയാണ്. ഈ IMAX എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നോർമൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു നോർമൽ സ്ക്രീനിൻ്റെ ഒരു 4 എണ്ണം വെക്കുന്ന സൈസാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സൈസിൽ നമ്മളൊരു പടം കാണുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ അത്രയും ഈ ക്ലോസപ്പ് ഷോട്ടുകൾ കാണുമ്പോൾ നമ്മളൊരാളെ ഭയങ്കര ജൈന്റിക് ആയിട്ടാണ് നമ്മൾ ആ പറഞ്ഞ് കേൾക്കുമ്പോൾ വലിയ സ്ക്രീനിൽ കാണും അങ്ങനെ വിചാരിക്കുന്നതല്ല. അത് നമ്മളെ അനുഭവത്തിൽ വരുമ്പം ഞാൻ ഈ സ്പൈഡർമാൻ കണ്ടപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഈ വലിയ സ്ക്രീനിൽ കാണണമെന്ന് ഇവരൊക്കെ ഈ പുഷ് ചെയ്യുന്നതിൻ്റെ കുട്ടൻസ് ഇതാണ്. ഇത് കാരണമാണ് ഇത് ഇത്ര പുഷ് ചെയ്യുന്നത്. ഇപ്പോൾ നോളനാണെങ്കിലും ഈ പറയുന്ന ഒഡീസിയുടെ പ്രൊമോഷന്
ഞങ്ങളുടെ കഥ ഇങ്ങനെയാണ് വളരെ അങ്ങനെയൊന്നുമല്ല പറയുന്നത്. ഐമാക്സിൽ ഷൂട്ട് ചെയ്തു എന്ന് പറയുന്നത്. ഐമാക്സിൽ കാണണം. ഐമാക്സിൽ സ്ക്രീനിൽ ലോകത്ത് 41 സ്ക്രീനുകളുള്ള ഒരു സാധനത്തിന് വേണ്ടിയാണ് പുള്ളി ആ പടത്തിന് എടുക്കുന്നത്. അപ്പോൾ ഈ വലിയ സ്ക്രീൻ സിനിമകൾ തിരിച്ച് പണ്ട് ഈ പറയുന്നത് ഇവർ ഈ പൊന്മുട്ട ഇടുന്ന താറാവിനെ കൊന്നു എന്ന് പറയുന്ന പോലെ ഇവർ ഈ സ്ക്രീനുകളെ മുറിച്ച് ചെറുതായി ചെറിയ കുറെ സ്ക്രീനുകൾ ആക്കിയപ്പോഴത്തേക്ക് വലിയ സ്ക്രീൻ ഇൻവെന്റ് ചെയ്തവരുണ്ട്. ഈ സിനിമാസ്കോപ്പ് ഇതൊക്കെ ഇൻവെന്റ് ചെയ്തിട്ട് 4-5 പടം എടുത്തിട്ടുള്ളൂ. ഇത്രയും വലിയൊരു പണം മുടക്കി ഈ ടെക് ഉണ്ടാക്കിയിട്ട് അധികം പടം എടുത്തിട്ടില്ല. ഇപ്പോൾ ഐമാക്സിൽ പോലും ഒരു പടമേ ആയിട്ടുള്ളൂ. ഈ സിനിരമ എന്ന് പറഞ്ഞൊരു കുറെ ഫോർമാറ്റ്, അതായത് സിനിരമ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെച്ചിലാണ്. സ്ട്രെച്ചിൽ എന്ന് വെച്ചാൽ 2 ക്യാമറ ഷൂട്ട് ചെയ്തത്. അതിന്റെ നമ്മൾ ഇപ്പോഴും അതിന്റെ അങ്ങനത്തെ 1-2 പടത്തിന്റെ പ്രിന്റ് അവൈലബിൾ. നിങ്ങൾ ആ പടം എടുത്തിട്ട് കണ്ടോ. അത് നമ്മുടെ വീട്ടിൽ പ്രൊജക്ടർ ഉണ്ടെങ്കിൽ ഈ പ്രൊജക്ടർ എടുത്ത് അത് നിങ്ങൾ ടി വിയിലോ നമ്മുടെ ഇതിലോ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ നിൽക്കുന്നുള്ളൂ. ഇത് നിങ്ങൾ പ്രൊജക്ടറിൽ മാക്സിമം വലിപ്പത്തിൽ കണ്ടാൽ നല്ല രസം. ഞാൻ അങ്ങനെ ഒരു പടം കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേരെന്തായിരുന്നു, അതിൻ്റെ പേര് എന്തോ ഒരു വെസ്റ്റ് കൂട്ടിയൊരു പടമാണ്. ഞാൻ ആ സിനിമ കണ്ടു. സിനിമ ഭയങ്കര രസമൊന്നുമല്ല, പക്ഷെ അതിൻ്റെ വിഷ്വൽ ഭയങ്കര രസമാണ്. അതായത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഭയങ്കര വൈഡർ പെർസ്പെക്റ്റീവിൽ കാണാം. അത് 2 ക്യാമറ വെച്ച് അവർ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ 2ൻ്റെയും ആ ഒരു റേഞ്ച് അത് വന്നിങ്ങനെ കറക്റ്റായിട്ടൊരു പോയില്ല. അതിൻ്റെ ഭയങ്കര ഇൻവിസിബിളാണ് ഇതിൻ്റെ കട്ട്. അതായത് 2 എവിടെയാണ് ഇത് ജോയിൻ ആയിരിക്കുന്നത്. പക്ഷെ ഭയങ്കര രസമാണ്. സിനിരമ എന്നാണ് അതിൻ്റെ അത് അത്ര ഫേമസ് ആയിട്ടുള്ളൊരു ഫോർമാറ്റ് അല്ല. അത് അവർക്ക് ഒരുപാട് മുമ്പോട്ടുണ്ടാകാൻ പറ്റില്ല. കാരണം അത് പ്രൊജക്ട് ചെയ്യാനുള്ള സ്ക്രീനുകളില്ല. ഇന്ന് അതിൻ്റെ പലരും ആസ്പെക്ട് റേഷ്യോ ആയിട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ അതായത് സിനിമയ്ക്ക് അപ്പുറം ഈ സിനിമയുടെ എക്സ്പീരിയൻസിന് ഒരു ഡിഫറൻസ് വരുത്താൻ കുറേ ഫോർമാറ്റ്സ് പണ്ട് ഇൻവെന്റ് ചെയ്തിട്ടുണ്ട് ഓരോ പടങ്ങൾ. ഇത് ഇങ്ങനെ കണ്ടാൽ പോരല്ലോ, ഇങ്ങനെ കാണണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് നമുക്ക് ഇന്നത്തെ ഓഡിയൻസിന് എല്ലാം ഒരു സ്ക്രീനാണ്. ഇവിടെ ഈ സിനിരമയുടെ ഒരു മോഡേൺ വേർഷനാണ് ഈ സ്ക്രീൻ എക്സ്. അതെ. അതായത് ഇപ്പോൾ ഈ സ്പൈഡർമാൻ അതും നമുക്ക് ഇന്ത്യയിലില്ലെന്ന് തോന്നുന്നു. ഉണ്ട്, മുംബൈയിലുണ്ട്. അപ്പോൾ ഇത് ഈ സ്ക്രീൻ എക്സ് എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിലും ഈ സിനിമ അവൈലബിൾ ആണ്. അവിടെ കാണാൻ പറ്റുന്നത് കണ്ടോ. സ്ക്രീൻ എക്സിൻ്റെ പ്രത്യേകത സൈഡിലേക്ക് സ്ക്രീൻ എക്സ്റ്റെൻഡ് ആവും. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന സ്ക്രീൻ അപ്പുറത്തേക്ക് ഈ സൈഡിലേക്ക് വിഷ്വൽ എക്സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ കുറച്ച് വിഷ്വൽ നമ്മൾ കണ്ടു. പക്ഷെ അത് നമുക്കൊരു തിയേറ്ററിൽ പോയി കാണാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഡെഫിനറ്റ്ലി അത് ഒരു തവണ സംഭവം. അതായത് ഇന്ന് മോഡേൺ വേരിയേഷൻസ് എന്ന് പറയുന്നത് സ്ക്രീൻ ചെറുതാണ്. എനിക്ക് 4DX തന്നെ സ്ക്രീൻ വലുതായാൽ കുറെ കൂടെ ബെറ്റർ എക്സ്പീരിയൻസ്. നമ്മളിവിടെ ഉള്ള 4DXകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ആൻഡ് സൗണ്ട് മോശമായിരിക്കും. വെള്ളം വീഴും, അതൊക്കെ ഓക്കെ, അതിന്റെ എക്സ്പീരിയൻസ് വരെ ഓക്കെ. പക്ഷേ ഈ സ്ക്രീൻ വലുതാകുന്നതിന്റെ നമുക്ക് സിനിമയോടുള്ള അഭിപ്രായം അത് ഭയങ്കര ചേഞ്ച് ഉണ്ട്. നിങ്ങളൊരു ചെറിയ സ്ക്രീനിൽ കണ്ട പടം നിങ്ങളൊരു വലിയ സ്ക്രീനിൽ കണ്ടാൽ, അതെ. ഇപ്പം നമ്മൾ ബാഹുബലിയുടെ എപ്പിക് എന്ന് പറഞ്ഞ വേർഷൻ ഐമാക്സിൽ പോയി കണ്ട ബാഹുബലി ഐമാക്സിൽ കണ്ടു. ഞാനത് ആക്ച്വലി ബാഹുബലി 2 നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ സ്ക്രീനല്ലേ, ഓടി1 പോയി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വേറെ എക്സ്പീരിയൻസ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചും ഈ മറ്റേ എപ്പിക്ക് കാണാൻ പോകുമ്പോൾ നമ്മൾ 2 പടം കണ്ടതാണ്. പക്ഷെ നമ്മൾ ബാഹുബലി ഐമാക്സ് കാണുന്നത് അതിൻ്റെ ബിഗർ വേർഷൻ. ഏതാ നമ്മൾ ഈ കണ്ട 2 പടത്തിന് നമ്മൾ വലിയ സ്ക്രീനിൽ കാണുക, ഭയങ്കര വലിയ സ്ക്രീനിൽ. അപ്പം അത് നല്ല രസമായിരുന്നു. അതിൻ്റെ എഡിറ്റും അതൊരു ഹൈലൈറ്റ്സ് പോലെ ആണെങ്കിലും നമുക്കത് വിഷ്വലി നമ്മൾ ആ വലിയ സ്ക്രീനിൽ കാണുന്നതിൻ്റെ ഒരു അത് നമ്മൾ കണ്ടിട്ടുള്ളത് കുറേ ഡീറ്റെയിൽസ്. പുള്ളിക്ക് 2 കുരുണ്ടല്ലോ എന്ന് പറയാൻ നമ്മൾ ഇത്രയും ഷാർപ്പായിരുന്നു എന്നൊക്കെ നമ്മൾ തോന്നും. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അതെ. ഇപ്പം എനിക്ക് എൻ്റെ ഈ പറഞ്ഞ പോലെ ഐമാക്സിൽ സിന്നേഴ്സ് ഫുൾ ഐമാക്സ് അല്ല, ഐമാക്സ് സീക്വൻസ് വരും. അത് ഭയങ്കര രസമാണ് ഐമാക്സ് സീക്വൻസ് വരുന്നതും. അതുപോലെ ഇത് ഐമാക്സിൽ കണ്ട പടം അവതാർ 2 കണ്ടായിരുന്നു നമ്മൾ. പിന്നെ ഏതായിരുന്നു, പിന്നെ ഐമാക്സിൽ കണ്ട പടം ഈ ബാഹുബലി എപ്പിക് കണ്ടു. വളരെ കുറച്ച് അവതാർ 2 ഐമാക്സ് 3ഡിയിലായിരുന്നു കണ്ടത്. നീജയുടെ എക്സ്പീരിയൻസ് ഭയങ്കര രസമായിരുന്നു. അത് ഈ 3Dയും കൂടെ ആയതുകൊണ്ടാണ്. 3Dയും ഒരു മോഡേൺ ഫോർമാറ്റ് ആണല്ലോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് രാമായണം കൺഫേം ആക്കി. അങ്ങനത്തെ അതിന്റെ എക്സ്പീരിയൻസ്. അതായത് ഇപ്പം രാമായണം നമുക്ക് 50% ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ലാത്ത പടവാട എന്ന് പറഞ്ഞാൽ പോലും നിങ്ങളത് ഫോർമാറ്റ് വൈസ് നിങ്ങളൊരു ചേഞ്ച് വരുത്താൻ നോക്കും. അതായത് ഒരു വലിയ സ്ക്രീൻ അതിൻ്റെ ഏറ്റവും ഫുള്ളസ്റ്റ് എക്സ്പീരിയൻസിൽ വരികയാണെങ്കിൽ നിങ്ങൾ തന്നെ പോകും. അതിപ്പം നമ്മൾ പറയുമ്പോഴത്തേക്കും എടാ പടം കൊള്ളത്തില്ല, പിന്നെ അങ്ങനെ അല്ലാതെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ഉണ്ടാവും. അതെ, പടം നമുക്കൊരു പക്ഷേ അറിയാം പടം ഇത്രേ ഉള്ളൂ, പക്ഷേ ഈ പടത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിങ്ങൾക്കാണ്. നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് നോക്കി. ഇനി തട്ട ഞാനിതിനെ വിലയിരുത്തും എന്നുള്ളതല്ലാതെ എനിക്ക് ബെസ്റ്റ് എക്സ്പീരിയൻസ് ഒരുപാട് ഇത് അങ്ങനെയല്ല. ഇത് ഈ എക്സ്പീരിയൻസ് എൻ്റെ 2.5 മണിക്കൂർ എൻ്റെ ലൈഫിൻ്റെ 2.5 മണിക്കൂർ ബെസ്റ്റ് ആക്കണം. അതെ, അതിന് നിങ്ങൾ OTT കാണുന്നതിനേക്കാളും ഇതുപോലൊരു ബിഗർ സ്ക്രീനിൽ കാണുന്നിടത്താണ്
അതിൻ്റെ എക്സ്പീരിയൻസ്. പടം മോശമാണെങ്കിലും നിങ്ങളുടെ ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഒരിക്കലും ഇത് മോശമാണ് എന്ന് തോന്നുന്നു അത്രയെങ്കിലും പറയാൻ പറ്റും. അതെ, ഈ എക്സ്പീരിയൻസ് വന്നായിരുന്നു, പടം പോരാ എന്ന് പറയാം. ഇതാണ് നമുക്ക് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയെ പറ്റി സംസാരിക്കണം. 210 ഇത് എൻ്റെ പറഞ്ഞത് നമ്പർ പറഞ്ഞു. ഇല്ല, നമ്പർ നേരത്തെ മാത്രമേ പറഞ്ഞു. ഇതെൻ്റെ ഒരു നമ്പർ. അതെ, ഇത് പുള്ളിയുടെ നമ്പറാണ്. അപ്പോൾ പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ആഴ്ച ഓഗസ്റ്റ് റിലീസുകളും അതിൻ്റെ ഡിസ്കഷനുമായിട്ട് മടങ്ങി വരാം. ഓക്കെ, മടങ്ങി വരാം. അപ്പോൾ ആൾക്കാർ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്, പിന്നെ ഹൈപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചെയ്യാം അല്ലേ?